യോഗി ആദിത്യനാഥ് എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ അപ്പുറത്ത്. പറയാ ഞങ്ങൾക്ക് 3 ക്ഷേത്രമാണ് ഞങ്ങൾ ഇപ്പൊ ചോദിക്കണേന്ന്. നാളെ എത്ര ചോദിക്കാമെന്ന് അറിയില്ല. ഇപ്പൊ 3 ക്ഷേത്രം. ആരാണ്? നിയമസഭയിൽ ജനാധിപത്യമായി തെരഞ്ഞെടുത്ത് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ഒരു മുഖ്യമന്ത്രി കയറി എന്നിട്ട് പറയാ മുസ്ലിമീങ്ങളുടെ ഇതര മതവിഭാഗങ്ങളുടെ കൈകളിലിരിക്കുന്ന 3 ക്ഷേത്രങ്ങൾ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് വിട്ടു തന്നേരെന്ന്. ഇവനൊക്കെ അറസ്റ്റ് ചെയ്ത് അപ്പോഴേ ജയിലിലടയ്ക്കണ്ടേ? അല്ലേ? ഒരു ഭരണഘടനയുള്ള രാജ്യത്ത് അപ്പോഴേ ജയിലിലടയ്ക്കണ്ടേ? ഇന്ന് വരെ ചെങ്കോട്ട നമ്മുടേതാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ താജ്മഹലിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് ഉണ്ടാക്കി വെച്ചത് തകർക്കാൻ കഴിയാത്ത സ്മാരകങ്ങൾ പൊങ്ങി നിൽക്കുമ്പോൾ അത് ഞമ്മൻ്റെതാക്കി തീർക്കുന്ന ഒരുമാതിരി എട്ടികാലി മമ്മൂഞ്ഞ് നയവുമായിട്ട് നാണം കെട്ട നമ്മുടെ ഭരണാധികാരികൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? 30 കോടിയുള്ള അന്തസ്സോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി തലയുയർത്തിപ്പിടിച്ച് ജീവിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള മുസ്ലിം സമുദായത്തെ അതിലൊന്നും വിട്ടുവീഴ്ച ഒന്നും ചെയ്യില്ല മുസ്ലിം സമുദായം. ഈ രാജ്യം വല്ലവന്റെ ഒന്നും അല്ലല്ലോ, നമ്മുടെ അല്ലേ, നമ്മുടെ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെ അല്ലേ. പിന്നെ ആരുടെ മുമ്പിലാണ് നമ്മുടെ അടിയർ പറയണ്ടേ? അങ്ങനെ ഒരു അടിയറവുമില്ല. പക്ഷെ ആ സമുദായത്തെ ഇത്തരത്തിൽ ക്രൂരമായി ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട്, സൈനിക ശക്തി കൊണ്ട്, പോലീസിനെ കൊണ്ട് ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കാൻ ദ്രൗപദി മുർമു എന്ന പ്രസിഡന്റിനോട് ഇത്രയും മോശമായി പെരുമാറുന്ന ഒരു ഭരണകൂടത്തിന് കഴിയുമെങ്കിൽ, പ്രിയപ്പെട്ട ദളിത് ഹൈന്ദവ സഹോദരങ്ങളെ, നിങ്ങളുടെ ഭാവി ഈ മോഡീസ് ഗ്യാരണ്ടിയിൽ ഭദ്രമായിരിക്കും എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ തെറ്റി. നിങ്ങൾ ഇന്നലകളെ പോലെ ഞങ്ങളുടെ അടിമകളാക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അതിനരു നിൽക്കാത്തവർ, അതിനെതിരെ നിൽക്കുന്നവർ ആദ്യം തുടച്ചു നിൽക്കപ്പെടേണ്ടവരാ. അതാണ് മുസ്ലിമീങ്ങളോടുള്ള വിരോധം, ക്രൈസ്തവരോടുള്ള വിരോധം, കമ്മ്യൂണിസ്റ്റോടുള്ള വിരോധം. അത് തന്നെയാണ് നമ്മുടെ രാജ്യം ഇന്ന് അതിൻ്റെ മഹനീയമായ യശസ്സാർന്ന പൈതൃകത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും വളരെ വ്യതിചലിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ, മതസഹിഷ്ണുതയുടെ, ജനാധിപത്യ ബോധത്തിൻ്റെതായ പൈതൃകത്തിൽ നിന്ന് അങ്ങേയറ്റം വ്യതിചലിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അപകടകരമായ ഒരു പ്രവണതയിലേക്ക് രാജ്യത്തെ ഭരണകൂടം കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്ന ദുരന്ത കാഴ്ചകളുടെ നടുവിൽ ഇന്ത്യ എന്ന് പറയുന്ന വളരെ പ്രാചീനമായ പുരാതനമായ പൈതൃകമുള്ള പാരമ്പര്യമുള്ള ലോകത്ത് ഏറ്റവും അധികം വ്യത്യസ്ത മതവിശ്വാസികൾ ഒരുമിച്ച് വൈവിധ്യങ്ങളോടെ വൈജാത്യങ്ങളോടെ പാർത്തു പോരുന്ന, ലോകത്തെ തന്നെ സാമൂഹിക ശാസ്ത്രജ്ഞന്മാരുടെ കണ്ണും കരളും കവർന്ന അതിശയകരമായ പൈതൃകവും മാതൃകയുമുള്ള ഒരു മഹത്തായ രാജ്യത്ത് അത് സൃഷ്ടിക്കുന്ന അപകടത്തിൻ്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് ഈ അപകടകരമായ പ്രവണതയുടെ നേരെ നിസ്സംഗതയോ അല്ലെങ്കിൽ അതിന് നേരെയുള്ള നിസ്സഹായതയോ പ്രകടിപ്പിക്കുന്നതിന് പകരം നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ ജനാധിപത്യ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ രാഷ്ട്ര ഭരണാധികാരികളുടെ, ഇന്നത്തെ ഭരണാധികാരികളുടെ വളരെ ക്രൂരമായ, പൈശാചികമായ എന്ന് തന്നെ പറയേണ്ട വളരെ മോശമായ ഇത്തരത്തിലുള്ള ഇടപെടലുകളുടെ അപകടാവസ്ഥയെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഇത്തരം പ്രവണതകൾക്കെതിരിൽ ജനമനസാക്ഷി ഉണർത്താനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ജമാഅത്തുകളുടെ സംയുക്ത സമിതി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമായ ഒരു സംഗതിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം എല്ലാ മതവിശ്വാസികൾക്കും പ്രാധാന്യം നൽകുന്നതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത് ബഹുമാന്യനായ സുധാകരൻ സാറ് പറഞ്ഞതുപോലെ ഏതെങ്കിലും പ്രത്യേക ജനവിഭാഗത്തിൻ്റെതൊന്നുമല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്തെ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ആക്കി തീർക്കാൻ ആര് ശ്രമിച്ചാലും അതൊട്ട് വിജയിക്കുകയുമില്ല. അദ്ദേഹം ഇവിടെ കണക്കുകൾ എണ്ണി പറയുകയുണ്ടായി. 2-3 രാഷ്ട്രങ്ങളിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളിൽ തന്നെ ഇന്ന് ജീവിക്കുന്ന മുസ്ലിം ജനസംഖ്യ എടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് 80 കോടിയോളം വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. യാഥാർത്ഥ്യമാണത്. ഇന്തോനേഷ്യ ലോകത്തെ ഏറ്റവും ഭൂരിപക്ഷമുള്ള മുസ്ലിം രാഷ്ട്രമായി വിലയിരുത്തപ്പെടുന്നിടത്ത് 10-30 കോടിയോളം മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്തോ പാക് ഉപഭൂഖണ്ഡത്തിൻ്റെ പരിസരങ്ങളിൽ ചേർന്ന് ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം ജനസാമാന്യം ജീവിച്ചിരിക്കുന്നിടത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ സൈനിക ശക്തിയെ ദുരുപയോഗം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഔദ്യോഗികമായ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു മതത്തെയോ മതത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളെയോ അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെയോ അതിൻ്റെ ആരാധനാലയങ്ങളെയോ അത് തീർത്ത് കളയാം, ഇല്ലാതാക്കി കളയാമെന്ന് ഏതെങ്കിലും ഒരു ഭരണകർത്താവിന് തോന്നുന്നുവെങ്കിൽ ആ ഭരണകർത്താവ് ശരിക്കും വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നുള്ളതാണ് സത്യം. ഒരിക്കലും അങ്ങനെ ഒരു ഭരണകർത്താവിന് ബോധമുള്ള, ചിന്താശേഷിയുള്ള
ചരിത്രത്തെ സംബന്ധിച്ച് ഗ്രാഹ്യമുള്ള, ഭാവിയെ സംബന്ധിച്ച് കാഴ്ചപ്പാടുള്ള ഒരു ഭരണകർത്താവിന് ഒരിക്കലും അങ്ങനെ തോന്നാൻ പാടില്ലാത്തതാണ്. ദൗർഭാഗ്യകരമായ ഒരു വിഭജനത്തിൻ്റെ നോവും വേദനയും ഇന്നും പേറുന്ന ഒരു ജനതയെന്നുള്ള നിലയിൽ നാം ആരും ആഗ്രഹിച്ചിട്ടല്ലാത്ത ഒരു വിഭജനത്തിൻ്റെ വേദനയും വേപഥവും വേവലാതിയുമായി കഴിയുന്ന ഒരു ജനതയെ വീണ്ടും അവരുടെ മനസ്സുകളെ വിഭജിക്കാൻ ശ്രമിക്കരുതേ എന്ന് വിനീതമായി തന്നെ ഭരണകൂടത്തോട് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ്റെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ഭിന്നിപ്പിച്ച് ഭരിക്കൽ ഭരണപ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ദൗർഭാഗ്യകരമായി ഇന്ത്യ വിഭജനം നടന്നത് എന്നാണ് യഥാർത്ഥ ചരിത്രം നമ്മോട് പറയുന്നത്. അതിനൊക്കെ മതത്തിൻ്റെ പരിപ്രേക്ഷ്യം അതിനകത്ത് കുത്തിച്ചെലുത്തിക്കൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ വിഭജനത്തിന് കാരണക്കാരെന്ന് എത്രയോ കാലങ്ങളായി നിരന്തരമായി ഇവിടുത്തെ RSS വർഗീയ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രവും പൈതൃകവും പാരമ്പര്യവുമായി ഒരു നിലയ്ക്കും പൊരുത്തപ്പെടുന്നതല്ലെന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിലുള്ള പ്രേരണാശക്തി വൈദേശികമാണ് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. ഇന്ന് നമ്മുടെ രാജ്യത്തിന് വന്നുപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരിതമെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇന്ത്യ രാജ്യത്തെ തിരിച്ചറിയുന്ന, ഇന്ത്യയുടെ പൈതൃകവും ചരിത്രത്തിലും പാരമ്പര്യത്തിലും യഥാർത്ഥത്തിൽ അഭിമാനമുള്ളവരുടെ കൈകളിലല്ല നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ രാജ്യസ്നേഹമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് ഇവർ പറയുമ്പോൾ, പെരുമ്പറ മുഴക്കുമ്പോൾ, യഥാർത്ഥത്തിൽ ഇത്രയധികം രാജ്യദ്രോഹ മനോഭാവമുള്ളവർ, രാജ്യസ്നേഹം എന്തെന്നറിയാത്തവർ, അത് മാത്രമല്ല വൈദേശികതയോട് ഇത്രമാത്രം ഇണങ്ങിച്ചേർന്ന് ഇഴുകിച്ചേർന്ന മനസ്സും പേറി നടക്കുന്നവർ ഈ രാജ്യത്ത് നമ്മുടെ ഭരണകർത്താക്കളെ പോലെ വേറെയില്ല എന്നുള്ളതാണ് സത്യം. ബഹുമാന്യനായ സുധാകരൻ സാർ അത് പറയുകയുണ്ടായി. RSS എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം യഥാർത്ഥത്തിൽ ഭാരതീയം പോലുമല്ല, അത് ഇന്ത്യൻ അല്ല. ആർക്കാണറിയാത്തതിൻ്റെ ചരിത്രം അറിയുന്നവർക്ക്, ഹിറ്റ്ലർ എന്ന് പറയുന്ന വംശീയവാദിയായ ഒരു ഭീകര പിശാചിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് RSSന്റെ സൈദ്ധാന്തികന്മാർ RSS എന്ന് പറയുന്ന പ്രസ്ഥാനം സ്ഥാപിച്ചതെന്ന് പറയുമ്പോൾ ലോക ചരിത്രത്തിൽ എല്ലാ മനുഷ്യ മനസ്സുകളും ഒരുപോലെ പഴിക്കുന്ന, ശപിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വിദേശി, ജർമ്മൻകാരനായ നാസി വംശീയതയുടെ പേരിൽ തൻ്റെ ജനതയെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് തൻ്റെ അധികാര കസേര ഉറപ്പിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു പ്രസ്ഥാനമാണ് എന്ന കാര്യം അവർ പോലും നിഷേധിക്കുകയില്ല, RSS പോലും നിഷേധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഇന്ത്യൻ ജനതയെ വിശ്വാസത്തിലെടുക്കാതെ അവരെ വെറുപ്പോടെ, അവരെ വൈരാഗ്യത്തോടുകൂടി കാണുകയും അവരുടെ ഇടയിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ശക്തികൾ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാൻ കാരണം അവർക്ക് ഇന്ത്യയോട് സ്നേഹമില്ലാത്തതാണ് എന്ന് ഇന്ത്യൻ ജനത തിരിച്ചറിയുക തന്നെ ചെയ്യും. അത് തിരിച്ചറിയുന്നുണ്ട് എന്നതാണ് പരമാർത്ഥം. അതുകൊണ്ട് വിദേശികളോട് ഇന്നും ഇന്ത്യയെ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തിയ, ഇന്ത്യയുടെ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് 700-800 ആണ്ടോളം ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണാധികാരികളുടെ കാലഘട്ടം ഇന്ത്യ രാജ്യത്ത് അടിച്ചമർത്തലിൻ്റെയും അടിമത്വത്തിൻ്റെതുമായിരുന്നുവെന്ന് ഈ രാജ്യത്ത് പ്രചരിപ്പിക്കാൻ ഇവർ ശ്രമിക്കുകയാണ്. ആ പ്രചാരണത്തിന് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്തവരാണ് ബ്രിട്ടീഷുകാർ. അവരുടെ ചരിത്രം എഴുത്തിലാണ് മുഗളന്മാരുടെ കാലഘട്ടത്തെ ഈ രാജ്യത്തെ, ഇന്ത്യ രാജ്യത്തിന്റെ അടിമത്വത്തിന്റെ കാലഘട്ടമായി ചിത്രീകരിച്ചത്. എന്തിനാണ് ഡിവൈഡ് ആൻഡ് റൂളാണ് അവരുടെ ഭരണ നയമെന്ന് നമ്മൾ എല്ലാവരും പാഠപുസ്തകങ്ങളിൽ, പള്ളിക്കൂടങ്ങളിൽ ഇന്നലെ പഠിച്ചതല്ലേ? ആരെയാണ് അവർ ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചത്? ആരെയാണ് അവർ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചത്? അവർ ഈ രാജ്യത്തെ ഭൂരിപക്ഷ ജനവിഭാഗങ്ങളെയാണ്, അഥവാ ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും ഭിന്നിപ്പിച്ചെങ്കിലല്ലാതെ അവർ കൈകോർത്ത് നിന്നാൽ, തോളൊത്ത് നിന്നാൽ ബ്രിട്ടീഷുകാരന്റെ ആധിപത്യത്തിന് ആയുസില്ല എന്നവർ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് സത്യവുമായിരുന്നല്ലോ. 200 ആണ്ട് ഭരിച്ചപ്പോൾ പോടാ പുറത്തെന്ന് പറഞ്ഞില്ലേ നമ്മൾ? ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞില്ലേ? 800 ആണ്ട് ഇന്ത്യ ഭരിച്ച മുഗളന്മാരോട്, ഇവിടത്തെ മുസ്ലിം ഭരണാധികാരികളോട് ഇന്ത്യൻ ജനത പറഞ്ഞോ പോടാ ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞോ? ഇന്ത്യ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ വിദേശമാന്യം നേടിത്തരുന്ന, താജ്മഹൽ പോലെ സുന്ദരമായ, കുത്തബ് മിനാർ പോലെ ഉന്നതമായ, ചെങ്കോട്ട പോലെ സുഭദ്രമായ, ഇന്നും ചെങ്കോട്ടയുടെ മുകളിൽ കയറി നിന്നിട്ട് വേണം നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയെ റിപ്പബ്ലിക് ദിനത്തിൽ അഭിസംബോധന ചെയ്യാൻ. എല്ലാം പൊളിച്ചെടുക്കുമ്പോൾ ചെങ്കോട്ടയെ കുറിച്ച് എന്ത് പറയാനുണ്ട് മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ ജി എന്ന് കൂടി നമുക്ക് ചോദിക്കേണ്ടതില്ലേ? ഇന്ന് വരെ ചെങ്കോട്ട നമ്മുടേതാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ താജ്മഹലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക്
ഉണ്ടാക്കി വെച്ചത് തകർക്കാൻ കഴിയാത്ത സ്മാരകങ്ങൾ പൊങ്ങി നിൽക്കുമ്പോൾ അത് ഞമ്മൻ്റെതാക്കി തീർക്കുന്ന ഒരുമാതിരി എട്ടികാലി മമ്മൂഞ്ഞ നയവുമായിട്ട് നാണം കെട്ട നമ്മുടെ ഭരണാധികാരികൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ, മുസ്ലിം ഭരണാധികാരികൾ, അവരെല്ലാവരും എല്ലാ വിധേനയും നല്ലവരായിരുന്നു എന്നൊന്നും പറയുന്നില്ല. ഭരണാധികാരികൾക്കുള്ള സ്വാഭാവികമായ അപജയങ്ങളും ദൂഷ്യങ്ങളും ഒക്കെ അവർക്കുണ്ടാകാമെങ്കിലും ഇന്ത്യൻ ജനതയെ വർഗീയമായി വിഭജിക്കാനോ ഇന്ത്യയിലെ വ്യത്യസ്ത മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനോ ഇന്ത്യയിലെ ഭരണാധികാരികൾ ശ്രമിച്ചിരുന്നെങ്കിൽ 800 ആണ്ട് അവരിവിടെ ഭരിക്കുകയില്ലായിരുന്നു എന്ന് മാത്രമല്ല, അവർക്കൊരിക്കലും ഇഷ്ടമല്ലാത്ത ഇന്ത്യയിലെ ജനവിഭാഗങ്ങളെ ചാതുർവർണ്ണ്യത്തിന്റെ പേരിൽ അടിച്ചമർത്തി ഭരിച്ച ഇന്നത്തെ ഭരണാധികാരികളുടെ ആശയധാരയുടെ വക്താക്കൾ, അവരുടെ പൂർവികന്മാർ ഈ രാജ്യത്ത് അവരാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ അടിമത്തം സമ്മാനിച്ചത്. അല്ലേ? തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലോ ജാതി കോമരങ്ങൾ. ഇതാരുണ്ടാക്കിയേ? ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളാണോ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് അത്തരത്തിലുള്ള ഒരു ദുരിതാവസ്ഥ സമ്മാനിച്ചത്? അല്ലല്ലോ. സ്വന്തം ജനത സ്വന്തം ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്ന സ്വന്തം മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് അവൻ വർണ്ണത്തിൽ പിന്നിലാണെന്നതിന്റെ കാരണത്തിന്റെ പേരിൽ ഇന്ത്യ രാജ്യത്ത് അവന് ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ച, ലോക ചരിത്രം ദർശിച്ച ഏറ്റവും വലിയ പൈശാചികതയ്ക്ക് നേതൃത്വം നൽകിയവരല്ലേ ഈ രാജ്യത്തിന് അടിമത്തം സമ്മാനിച്ചത്? അല്ലേ? പക്ഷെ അവിടെ പോലും മുഗൾ ഭരണകർത്താക്കൾ ഈ ചാതുർവർണ്ണ്യത്തിൽ പോലും ഇടപെട്ട് ഒരു മതവിഭാഗത്തിന്റെ ഇഷ്ടമതാണെങ്കിൽ അവരുടെ വേദഗ്രന്ഥങ്ങൾ അവർക്കതിന് അനുവാദം നൽകുന്നുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ ഇടപെടുന്നില്ലെന്ന് തീരുമാനിച്ച് ചാതുർവർണ്ണ്യം നിർത്തലാക്കാൻ പോലും ഇവിടുത്തെ മുസ്ലിം ഭരണകർത്താക്കൾ തയ്യാറായിരുന്നില്ലെന്ന് ഓർക്കണം. യഥാർത്ഥത്തിൽ മുസ്ലിമുകളിവിടെ ആരെ അടിമകളാക്കിയേ? ആർക്കിടയിലാണ് വിള്ളലുണ്ടാക്കാൻ ശ്രമിച്ചത്? പ്രിയപ്പെട്ടവരെ, അവരഥാർത്ഥത്തിൽ ചാതുർവർണ്ണ്യത്തിൽ ഇടപെട്ടില്ല. തെറ്റായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്കൊന്നും സഹിഷ്ണുത അവർ കാണിക്കാൻ പാടില്ലായിരുന്നു. ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന ഈ രാജ്യം കണ്ട ലോകം ദർശിച്ച ഏറ്റവും വലിയ പൈശാചികതയെ അവരില്ലാതാക്കാൻ ശ്രമിക്കണമായിരുന്നു. അത് മാത്രമല്ലല്ലോ, അതിന്റെ കൂട്ടത്തിലെ സതി എന്ന് പറയുന്ന സ്വന്തം സമുദായത്തിൽപ്പെട്ട ഭർത്താവ് മരിച്ച യുവതികളായ പെൺകുട്ടികളെ എരിയുന്ന അഗ്നികുണ്ഡത്തിലേക്ക്, ചിതയിലേക്ക് വലിച്ചെറിഞ്ഞ് എത്രയോ 10,000-കണക്കിന് പെൺകുട്ടികളെ ചിതയിൽ ഹോമിച്ച കിരാതത്വം ഇവിടെ അരങ്ങേറിയപ്പോഴും ഞങ്ങളുടെ മതം അതിനനുവദിക്കുന്നുണ്ടെന്ന് ഇവര് പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ മതമുണ്ട് എങ്കിൽ ആ മതത്തിന്റെ ആളുകളുടെ മതത്തിൽ ഇടപെടാൻ ഞങ്ങളില്ലെന്ന് പറഞ്ഞ് സതി നിരോധനം പോലും നടത്താത്തവരായിരുന്നു ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ എന്നുള്ളതാണ് സത്യം. അല്ലേ? ഇവിടുത്തെ ഏറ്റവും വലിയ വർഗീയവാദിയാണെന്ന് പറയപ്പെട്ട ടിപ്പു സുൽത്താന്റെ കോട്ടകളിൽ പലയിടത്തും ഞാൻ പോയതാണ്. ദിണ്ടിക്കൽ കോട്ടയാകട്ടെ, പാലക്കാട് കോട്ടയാകട്ടെ, ഏത് കോട്ടയിലേക്കും കയറി ചെല്ലുമെങ്കിൽ ആദ്യമായി നമ്മളെ സ്വാഗതം ചെയ്യുന്ന എന്താ? ഒരു ക്ഷേത്രം ഇപ്പോഴും. എന്നിട്ട് ആ ടിപ്പു സുൽത്താൻ ഇവിടെ ഏറ്റവും മോശം വർഗീയവാദിയായിരുന്നു എന്ന് പ്രചരിപ്പിക്കുക. പള്ളികൾ, മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ തല്ലിപ്പൊളിക്കുന്ന ആളുകള് മതേതരവാദികളാണെന്നും പറയുന്നതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ലോജിക്കുണ്ടോ? എന്തെങ്കിലും വസ്തുതയുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർ നമ്മുടെ രാജ്യത്തിൻ്റെ വലിയ ശത്രുക്കളാണ്. കാരണം അവർക്ക് രാജ്യക്കൂറിൻ്റെ അംശം പോലും ഇല്ല, കണിക പോലുമില്ല. വംശീയവാദത്തിൻ്റെ യഥാർത്ഥ അതിൻ്റെ ഉൽപാദാക്കൾ, അതിൻ്റെ ഉപജ്ഞാതാക്കൾ വിദേശികളാണ്. മധ്യേഷ്യയിൽ നിന്ന് ചേക്കേറിയവർ, അതോടൊപ്പം തന്നെ ഇറാനിൽ നിന്ന് ചേക്കേറിയവർ, അവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചാതുർവർണ്ണ്യം സൃഷ്ടിച്ചത്. അതിന്റെ പ്രേരണ ഒടുവിലത്തെ കാലങ്ങളിൽ ജർമ്മനിയിലെ വംശീയതയും ഹിറ്റ്ലറുടെ വംശീയതയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അവർക്ക് ഇന്ത്യൻ ജനതയോട് തീർത്താൽ തീരാത്ത വെറുപ്പാണ് ഇവിടുത്തെ അധകൃത ജനവിഭാഗത്തോട്. അങ്ങനെ അധകൃത ജനവിഭാഗത്തിന് പക്ഷേ മോചനമില്ലാത്ത അടിമത്വം സമ്മാനിച്ചിരുന്ന ആ സമൂഹത്തിന് ഇസ്ലാമാണ് മോചനം നൽകിയതെന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരിലാണ് ഇസ്ലാമിക സമൂഹത്തോട് ഇവർക്ക് തീർത്താൽ തീരാത്ത പക. അല്ലാതെ വേറെന്താ കാര്യം? എത്രയോ ദൂരം വഴിമാറി നിൽക്കും ഒരേഴ ചെറുമൻ പോയി തുപ്പിയിട്ടാൽ ചിത്രം അവനെത്തിച്ചാരത്തണഞ്ഞിടാം, ചുറ്റും പേടിക്കേണ്ട തമ്പുരാരെ. ഇതാര് പറഞ്ഞതാ? കുമാരനാശാന, അല്ല മുസ്ലിം കവികളല്ല, ദുരവസ്ഥയിൽ പറഞ്ഞതാ. എത്രയോ ദൂരം വഴിമാറി നിൽക്കും ഒരേഴ ചെറുമൻ പോയി തുപ്പിയിട്ടാൽ. എന്തിനാ വഴിമാറി നിൽക്കണേ? മുസ്ലിമിനെ പേടിച്ചിട്ടല്ല.
ഈ സവർണ തമ്പുരാക്കന്മാരെ ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റ് പദവിയിൽ പ്രതിഷ്ഠിതയായിരിക്കുന്ന അധകൃതയായ ദ്രൗപദി മുർമു എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന സന്തതി പ്രസിഡന്റ് പദവി കയറ്റിവെച്ചു. എന്നിട്ട് പറഞ്ഞത് ഞങ്ങൾ അധകൃതരെ പൊക്കിയെന്നാ. സത്യത്തിൽ എന്തിനായിരുന്നു അറിയാമോ? അധകൃതർക്കും പിന്നോക്ക ജനവിഭാഗത്തിനും ശക്തമായ താക്കീത് നൽകാനാണ്. നീ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയാലും ശരി, നിനക്ക് മാന്യതയും അംഗീകാരവും നൽകുകയില്ലെന്ന് കാണിക്കാൻ. അതല്ലേ സത്യത്തിൽ സംഭവിച്ചത്? സാക്ഷാൽ ദ്രൗപദി മുർമു ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ അത് ഇടിച്ചു പൊളിച്ച് അത് പുതിയൊരു മന്ദിരമായി നിർമ്മാണം നടത്തി. അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചപ്പോ രാജ്യത്തിന്റെ പ്രഥമ വനിതയല്ലേ ഒന്നാമതായി ആ ചടങ്ങിൽ സംബന്ധിക്കാൻ എന്തുകൊണ്ടും അവകാശപ്പെട്ടവർ? എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്വാമിമാരെയും മഹന്തുക്കളെയും സന്യാസിമാരെയും മുമ്പിൽ നിർത്തിക്കൊണ്ട് ഒരു വടിയുടെ മുമ്പിൽ കുനിഞ്ഞു വീണുകൊണ്ട് ഒരു വടി, അതിന്റെ മുമ്പിലാണ്, വടിയേക്കാൾ താഴെയാണ് പോലും പ്രധാനമന്ത്രി, അതിന്റെ മുമ്പിൽ കുനിഞ്ഞു വീണ പ്രധാനമന്ത്രി സന്യാസിമാരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ മതേതരത്വത്തെ അട്ടിമറിച്ചുകൊണ്ട് ആ ഉദ്ഘാടന ചടങ്ങിന് മുന്നോട്ട് പോയപ്പോ ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റായ ദ്രൗപദി മുർമുവിനെ അതിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ എന്തുണ്ട് ന്യായമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അധകൃതയാണെങ്കിൽ ആ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കാൻ അവർക്ക് അവകാശമില്ല. ആ പരിപാടി മലിനമാകരുത് എന്ന് ഈ നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഒരു സംഭവമല്ലല്ലോ. ഈ അധകൃതന് മോചനം നൽകിയതാണ്. ഇസ്ലാമിക സമൂഹത്തെ കുറിച്ചുള്ള ഇവരുടെ തീർത്താൽ തീരാത്ത പക ഒടുങ്ങുകയില്ല. ആ മോചനം നൽകുന്നിടത്തോളം കാലം അധകൃത ജനവിഭാഗത്തെ ആട്ടിയകറ്റാൻ മുസ്ലിം സമുദായം തയ്യാറാകാത്തിടത്തോളം കാലം ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടുമുള്ള പക അവർ കടങ്ങുകയില്ല. അതേ ദ്രൗപദി മുർമുവിനല്ലേ രാജ്യത്തിന്റെ അഭിമാനമാണ്, ദേശീയ വികാരമാണെന്ന് പറഞ്ഞ് ഒരു പിടിച്ചുപറി അമ്പലം, അതല്ലേ രാമക്ഷേത്രം എന്ന് ഇപ്പൊ അവർ പറയണേ. അതിന് രാമക്ഷേത്രമെന്ന് രാമനെ സാക്ഷാൽ രാമഭഗവാനെ അംഗീകരിക്കുന്ന ഭക്തനായ നല്ലവനായ ഒരു ഹിന്ദുവും അംഗീകരിക്കില്ല എന്ന് ഞാൻ ഉറക്കെ പറയാം. വിവേകാനന്ദൻ അംഗീകരിക്കുമോ? ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ മഹാനായ ഗാന്ധിജി അംഗീകരിക്കുമോ? എത്രയോ ഹിന്ദുക്കൾ എന്ന് മാത്രമല്ല, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും ഇതുവരെ രാഷ്ട്രീയ അമ്പലമാണ്, ഇത് രാഷ്ട്രീയ പരിപാടിയാണ് എന്ന് വളരെ വ്യക്തമായി കൃത്യമായി പറഞ്ഞിരിക്കുക. പ്രിയപ്പെട്ടവരെ, ആ അമ്പലത്തിന്റെ ഉദ്ഘാടന ചടങ്ങ്, അമ്പലോദ്ഘാടനം നടത്തുന്നത് വലിയ സന്യാസിമാരുമാണ്. ഇവിടെ എല്ലാം നേരെ തലകിഴക്കിനാൻ പെടാ. എന്താ സംഭവിക്കുന്നത്? പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നത് സന്യാസിമാര്, അപ്പുറത്ത് ക്ഷേത്ര ഉദ്ഘാടനം ചെയ്യുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. എങ്ങനെയുണ്ട്? ശരി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോ പ്രസിഡന്റിനെയും കൂടെ അതിനകത്തൊന്ന് വിളിച്ചോ? യഥാർത്ഥത്തിൽ പിന്നോക്ക അധകൃത ജനവിഭാഗത്തിന്റെ പ്രതിനിധി പ്രസിഡന്റായാലും അവരർഹിക്കുന്നത് ഇത്തരത്തിലുള്ള അവജ്ഞയും ആട്ടിയകറ്റലുമാണ് എന്ന് ഈ രാജ്യത്ത് നമ്മുടെ ഭരണകൂടം കാട്ടിത്തരികയാണെന്ന് പ്രിയപ്പെട്ട അധകൃത ജനവിഭാഗങ്ങൾ തിരിച്ചറിയുന്ന സമയം ഒരല്പം വൈകിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവരത് തിരിച്ചറിയുമ്പോൾ ഈ അധികാര ഗോപുരങ്ങളൊക്കെ ചീട്ട് കൊട്ടാരം പോലെ തകരാനിരിക്കുന്നതാണ്. ബഹുമാന്യനായ സുധാകരൻ സാറ് പറഞ്ഞതുപോലെ ഇതിനൊന്നും ഏറെ ആയുസൊന്നുമില്ല, ഇതിനൊന്നും ഒരുപാട് ആയുസൊന്നുമില്ല. കാരണം എന്തെന്നറിയോ? ഇവിടെ ദളിതന്മാർ ഇവരധികാരത്തിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഏറ്റവും അധികം പീഡനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദളിതന്മാരെങ്ങാനും എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയാവോ? ഈ ദളിതന്മാർക്കും അധകൃതർക്കും നേരെയുള്ള അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അവരഭയത്തിന് വേണ്ടി ചേക്കേറാൻ സാധ്യതയുള്ള ഇസ്ലാമിക സമൂഹമുണ്ടല്ലോ, അവരെ അരക്ഷിതാവസ്ഥയിലാക്കിയാൽ, അവരെ ദുർബലരാക്കിയാൽ, അവരുടെതെല്ലാം ഞങ്ങൾ തകർക്കുമെന്ന് ഇവിടെ കാട്ടിക്കൊടുത്താൽ പിന്നെ അങ്ങോട്ട് പോയി ആരും അഭയം കണ്ടെത്തൂലല്ലോ. അപ്പം ഞങ്ങൾക്ക് ജന്മസിദ്ധമായി തന്നെ ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് അടിമവേലയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നിരിക്കുന്ന ഇവിടുത്തെ അധകൃത ജനവിഭാഗത്തെ അടിമവേലയ്ക്ക് അനുവദിക്കാതെ സ്വന്തം മതത്തിലേക്ക് സ്വീകരിച്ച് അവൻ പോയി തൊപ്പിയിട്ട് വന്നാൽ ചിത്രം അവനെത്തി ചാരത്തണഞ്ഞിടാം, ചുറ്റും പേടിക്കേണ്ട. മുസൽമാനെ എന്നല്ല, തമ്പുരാനെ. ഏത് തമ്പുരാനാണ്? നമ്പൂരി തമ്പ്രാനയെ ആട്ടും വിലക്കും വഴിയാട്ടും മറ്റും ഈ കൂട്ടർ സഹിച്ചു പൊറുതിമുട്ടി വിട്ടതാം ഹിന്ദുമതം ജാതിയാൽ താനെ കെട്ടുകഴിഞ്ഞ നമ്പൂരി മതം. ആരാണ്? ദുരവസ്ഥയിൽ കുമാരനാശൻ പറയാ, ഇത് ഹിന്ദുമതമല്ലിത്. ഇതേതെങ്കിലും പാവപ്പെട്ട ഹിന്ദുക്കൾ ഇത് ഹിന്ദുമതമാണെന്ന് തെറ്റിദ്ധരിച്ചെങ്കിൽ തെറ്റി. ഹിന്ദുത്വ ഹിന്ദുമതമേ അല്ല, ഇത് ജാതിയാൽ താനെ എന്നേ കെട്ടുകഴിഞ്ഞ നമ്പൂരി മതമാ.
നമ്പൂരിയുടെ ഇഷ്ടങ്ങൾ മാത്രം സാക്ഷാത്കരിക്കപ്പെടുന്ന പാവപ്പെട്ട ദളിത് പെൺകുട്ടിക്ക് കേരളത്തിലെ നങ്ങേരി മുലക്കരം ചോദിച്ചു വന്ന ഉദ്യോഗസ്ഥന്റെ മുമ്പിലേക്ക് തന്റെ പച്ച മാംസം മാറിടം മുറിച്ച് വാഴയിലയിൽ വെച്ച് നീട്ടേണ്ടി വന്ന ഒരു സംസ്ഥാനമാണിത്. ആരാണ് ഇവിടെ ഭീകരത കാണിച്ചേ? ഇവിടുത്തെ മുസ്ലിം ഭരണാധികാരികളോ? അവരാണോ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അടിമത്തം നൽകിയത്? മാറ് മറച്ചൂടാ, മാറിന് കരം കൊടുക്കണം, കരം കൊടുക്കണം, തെരുവിൽ നടന്നൂടാ. അങ്ങനെയുള്ള അടിമയ്ക്ക് ഈ രാജ്യത്ത് ഇസ്ലാമായിരുന്നു എക്കാലത്തും അഭയകേന്ദ്രം, ശരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരെ ഇനിയും അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് മോഡീസ് ഗ്യാരണ്ടിയിൽ ഞങ്ങളൊക്കെ സുരക്ഷിതരായിരിക്കുന്ന 30 കോടിയുള്ള അന്തസ്സോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി തലയുയർത്തിപ്പിടിച്ച് ജീവിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള മുസ്ലിം സമുദായത്തെ അതിലൊന്നും വിട്ടുവീഴ്ച ഒന്നും ചെയ്യില്ല മുസ്ലിം സമുദായം. ഈ രാജ്യം വല്ലവന്റെ ഒന്നും അല്ലല്ലോ, നമ്മുടെ അല്ലേ, നമ്മുടെ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെ അല്ലേ. പിന്നെ ആരുടെ മുമ്പിലാണ് നമ്മുടെ അടിയർ പറയണ്ടേ? അങ്ങനെ ഒരു അടിയറവുമില്ല. പക്ഷെ ആ സമുദായത്തെ ഇത്തരത്തിൽ ക്രൂരമായി ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട്, സൈനിക ശക്തി കൊണ്ട്, പോലീസിനെ കൊണ്ട് ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കാൻ ഈ മോഡി എന്ന് പറയുന്ന സവർണ തമ്പുരാന്മാരുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിക്ക്, ദ്രൗപദി മുർമു എന്ന പ്രസിഡന്റിനോട് ഇത്രയും മോശമായി പെരുമാറുന്ന ഒരു ഭരണകൂടത്തിന് കഴിയുമെങ്കിൽ, പ്രിയപ്പെട്ട ദളിത് ഹൈന്ദവ സഹോദരങ്ങളെ, നിങ്ങളുടെ ഭാവി ഈ മോഡീസ് ഗ്യാരണ്ടിയിൽ ഭദ്രമായിരിക്കും എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ തെറ്റി. നിങ്ങൾ ഇന്നലകളെ പോലെ ഞങ്ങളുടെ അടിമകളാക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അതിനരു നിൽക്കാത്തവർ, അതിനെതിരെ നിൽക്കുന്നവർ ആദ്യം തുടച്ചു നിൽക്കപ്പെടേണ്ടവരാ. അതാണ് മുസ്ലിമീങ്ങളോടുള്ള വിരോധം, ക്രൈസ്തവരോടുള്ള വിരോധം, കമ്മ്യൂണിസ്റ്റോടുള്ള വിരോധം തന്നെയാണ്. ശാസ്ത്രപരമായി അവരൊന്നും ഈ വംശീയതയെ അംഗീകരിക്കാത്തത് കൊണ്ട് അവരെല്ലാം രാജ്യത്തിന്റെ ശത്രുക്കളാണെന്ന് പ്രഖ്യാപിച്ചതാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് മുസ്ലിം സമുദായത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചില പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ഹിന്ദു രാഷ്ട്രമായിട്ട് ഔദ്യോഗികമായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിച്ച് മുസ്ലിം സമുദായത്തിന് ഇവിടെ ഒരസ്തിത്വമില്ല, അവനൊരു പൗരത്വമില്ല, അവന് ആരാധനാലയങ്ങളില്ല, ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ പൊളിക്കും. അവൻ്റെ മുസ്ലിം പൂർവികന്മാരായിരുന്ന ഭരണാധികാരികൾ അവർ വന്നതാ, അവർ ഞങ്ങളുടെ വല്യപ്പന്മാരാന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളവരെ ആഘോഷിക്കാറൊന്നുമില്ല. ഇവിടെ നിന്ന് പുറത്തു നിന്ന് വന്ന് രാജ്യത്തെ കീഴ്പ്പെടുത്തി ഭരിച്ച എന്നൊരു രാജ്യം പോലുമല്ലിത്. ആർക്കും ഇന്നത്തേതുപോലുള്ള ഒരു വ്യവസ്ഥയിലല്ലത്. ആർക്കും ഏത് രാജ്യത്തെയും അങ്ങുമിങ്ങും കയറി ചെന്ന് അധികാരമുള്ള സൈന്യമുള്ള രാജാക്കന്മാർക്ക് ആക്രമിക്കാതെ ഇരുന്ന നിയതമായ ഒരു രൂപമില്ലാത്ത ഘടനയില്ലാത്ത ഇന്ത്യ രാജ്യം, ആ രാജ്യത്തേക്ക് അവർ വന്നു. ഇവിടെ നിന്ന് പലരും പുറത്തോട്ട് പോയി. ലോകത്ത് പല തരത്തിലുള്ള അധിനിവേശങ്ങളും അക്കാലത്ത് നടന്നിട്ടുണ്ട്. പക്ഷെ അവരാണ് ഇന്ത്യ രാജ്യത്തെ ഇന്ത്യയായി, ഒരു അഖണ്ഡ ഇന്ത്യയായി, ഇന്നിവർ സ്വപ്നം കാണുന്ന അഖണ്ഡ ഇന്ത്യയായി അവർ കെട്ടിപ്പടുത്തു എന്നുള്ളതാണ് സത്യം. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മളാരെങ്കിലും മുഗളന്മാർ ഞങ്ങളുടെ വല്യപ്പന്മാരാന്നും പറഞ്ഞുകൊണ്ട് നമ്മളാരെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും അടുത്ത് മേനി പറഞ്ഞിട്ടുണ്ടോ? ഒന്നും നമ്മൾ പറയാറില്ല. പ്രിയപ്പെട്ടവരെ, അവരൊക്കെ ഈ രാജ്യത്ത് സൃഷ്ടിച്ച, നോക്കൂ, താജ്മഹൽ, ഇപ്പൊ പള്ളികളുടെ ആരാധനാലയങ്ങളുടെ അതിന്റെ സ്റ്റാറ്റസ് കോ നിലനിൽക്കണമെന്ന് ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ നിയമത്തെ ലംഘിക്കാൻ ഇന്ത്യയുടെ പാർലമെന്റിന് അവകാശമുണ്ടോ? എന്ന് മാത്രമല്ല, അതിനനുകൂലമായി അത് നിലനിൽക്കെ ഏതെങ്കിലും ഒരു ആരാധനാലയം 1900 ദി പ്ലേസസ് ഓഫ് വർഷിപ്പ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട് 1991 ആമുഖമായി പറയുന്നത് തന്നെ ഏതെങ്കിലും ഒരു ആരാധനാലയം പരിവർത്തനപ്പെടുത്തുന്നത് നിരോധിക്കാനും അവയുടെ സ്വഭാവം 1947 ആഗസ്റ്റ് 15 എങ്ങനെയാണോ അങ്ങനെ തന്നെ നിലനിർത്താനും വേണ്ടിയുള്ള നിയമമെന്നാണ്. ആ നിയമത്തിന്റെ 3, 4, 5 എന്നീ വകുപ്പുകളുടെ നഗ്നമായ ലംഘനവും ദുർവ്യാഖ്യാനവുമാണ് കോടതി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രാജ്യത്ത് ഒന്നും ഭദ്രമല്ല, ഈ രാജ്യത്ത് കോടതികളും സുരക്ഷിതമല്ല. അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. കാരണം ഭരിക്കുന്നത് മനുഷ്യത്വമില്ലാത്ത മോഡിയാണ്. ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ ലോകം മുഴുവൻ അപമാനിക്കപ്പെട്ട് സാക്ഷാൽ ഇന്നത്തെ മൈ ഫ്രണ്ടായ ട്രംപ് ഉണ്ടല്ലോ, ആ ട്രംപിന്റെ അമേരിക്ക പോലും പ്രവേശനം വിലക്കിയ ഒരു മനുഷ്യ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മനുഷ്യൻ, അദ്ദേഹത്തിന് മനുഷ്യത്വം കമ്മിയാണ്. ആ മനുഷ്യത്വമില്ലാത്ത ആ വ്യക്തിക്ക് ഈ രാജ്യത്ത് ഒന്നിനോടും ആദരവില്ല. ആ ആദരവില്ലായ്മയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ ഞാൻ അധികം ദീർഘിപ്പിച്ചൊന്നും സംസാരിക്കുന്നില്ല ഇവിടെ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ബാബരി മസ്ജിദിൽ ഒരു തുടക്കമായിരുന്നു. അപകടകരമായ ഒരു കാര്യം എന്തെന്നറിയാമോ?
ബാബരി മസ്ജിദ് ഈ രാജ്യത്തെ അടിമത്വത്തിന്റെ പ്രതീകമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഒരുപറ്റം ഹിസ്റ്റീരിയ ബാധിതരായ സംഘപരിവാർ ഭീകരന്മാർ അതിനെ തല്ലി തകർത്തപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഭരണകൂടം അതിന് കൂട്ടുനിന്നത് തീർച്ചയായും നമ്മുടെ രാജ്യത്ത് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തമായിരുന്നു. പ്രിയപ്പെട്ടവരെ, തല്ലി തകർക്കപ്പെട്ട, നിയമം ലംഘിച്ച് തല്ലി തകർക്കപ്പെട്ട ആ ആരാധനാലയം എത്രയും പെട്ടെന്ന് അത് പുനർനിർമ്മിക്കുക എന്നതല്ലാത്ത വേറൊരു പരിഹാരവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഭരണകൂടം കാണിച്ച അക്ഷന്തവ്യമായ ഒരപരാധമാണ് യഥാർത്ഥത്തിൽ അത് കോടതി വ്യവഹാരത്തിലേക്ക് നീണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, അവസാനം കോടതി അത് വച്ചു നീട്ടി 25 വർഷം വരെ നീണ്ടുപോയി. അവസാനം കോടതി വിധി പറഞ്ഞപ്പോ ഇപ്പൊ പറയുന്നു രാമക്ഷേത്ര നിർമ്മാണത്തിന് കോടതിയുടെ പിന്തുണയുണ്ട്, അതുകൊണ്ട് നിയമപരമാണ്, അതിന് നേരെ ചോദ്യശരങ്ങൾ ഉയർത്തണ്ട എന്ന് പലരും പറയുമ്പോ വളരെ കൃത്യമായി ആ കോടതി വിധി പഠിച്ചിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു സംഗതി എന്താണ്? ബാബരി മസ്ജിദ് പ്രശ്നത്തിൽ കോടതി വിധി പറയാൻ നിസ്സഹായാവസ്ഥയിൽ അവർക്ക് ഗതികേട് കൊണ്ട് പറയേണ്ടി വന്ന വിധിയാണത്. കാരണം എന്താ? 25 കൊല്ലം കോടതി വിധി പറയാതെ അത് മാറ്റിവെച്ചു. ഇപ്പോഴത്തേതുപോലെ ഒരു പരാതിയുമായിട്ട് ഒരുത്തൻ കയറി ചെന്നാൽ അവൻ അവിടെ കാലുറപ്പിക്കുന്നതിന് മുമ്പായി അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആരാധനാലയങ്ങളിൽ ASI ആർക്കിയോളജിക്കൽ സർവേ നടത്താൻ വേണ്ടിയിട്ട് ഉത്തരവ് കൊടുക്കുന്ന കോടതിയെ പോലെ അടിയന്തിരമായി ആരാധനാലയങ്ങളുടെ നേരെ കൈവെക്കാൻ വേണ്ടി ശ്രമിക്കുന്നവന് അനുകൂല ഉത്തരവ് നൽകാൻ അന്ന് ഇന്ത്യ രാജ്യത്തിന്റെ കോടതിക്ക് കഴിയുമായിരുന്നില്ല. 25 കൊല്ലം കാത്തുനിന്നു. 25 കൊല്ലം കാത്തുനിന്നപ്പോ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഇത്തരത്തിലുള്ള ജനകീയ, ബഹുമാന്യനായ സുധാകരൻ സാർ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ജനകീയമായ പ്രതിഷേധങ്ങൾക്ക്, ജനാധിപത്യപരമായ ഈ നീക്കങ്ങൾക്ക് ഉള്ള സ്ഥാനം എന്താണെന്ന് അറിയണമെങ്കിൽ ബാബരി മസ്ജിദിന്റെ പതനത്തിന് മുമ്പ് നമ്മളെല്ലാവരും നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല മതേതര ജനവിഭാഗങ്ങളും അരുതേ 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 എന്ന് അലറി വിളിച്ചു. ദേശീയോത്ഗ്രഥന സമിതി യോഗത്തിൽ ഇടതുപക്ഷത്തിന്റെ സുർജിത് സിംഗ്, ഹർകിഷൻ സിംഗ് സുർജിത്ത് അടക്കമുള്ളവരെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം എല്ലാവരും പോയി ആ പള്ളി പൊളിയില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് പ്രധാനമന്ത്രിയോട് പറഞ്ഞു. രാജ്യം മുഴുവൻ ആ പള്ളി പൊളിയില്ല എന്ന് വിശ്വസിച്ചു. പൊളിയരുതെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് ആ പള്ളി പൊളിക്കാൻ അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു. ഈ പറച്ചിൽ, ഈ പ്രതിഷേധം, ഈ പ്രതികരണം, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആരാധനാലയങ്ങളുടെ സുരക്ഷിതത്വത്തിന്റെ ഗ്യാരണ്ടി. അതെന്ന് അവസാനിക്കുന്നുവോ അവിടെയാണ് നാം ഇപ്പോൾ അനുഭവിക്കുന്ന വർത്തമാനകാല പ്രവണതകളുടെ തുടക്കമെന്ന് നമ്മൾ തിരിച്ചറിയണം. ബാബരി മസ്ജിദ് പൊളിഞ്ഞു വീണതോടുകൂടി അതുവരെ ബാബരി മസ്ജിദ് മതേതരത്വത്തിന്റെ പ്രതീകമാണ്, അതൊരിക്കലും പൊളിക്കരുതെന്ന് പറഞ്ഞ ആളുകളൊക്കെ പയ്യെ നാവടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അപകടം അവിടെയാണ് ആരംഭിച്ചത്. പയ്യെ നാവടക്കി. സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയി. ഇനിയൊന്നും മിണ്ടണ്ട. ആ മിണ്ടണ്ട എന്ന മൗനമുണ്ടല്ലോ, ആ മൗനം 25 വർഷക്കാലത്തെ മൗനം ഓരോ വർഷം കഴിയും തോറും ബാബരി മസ്ജിദിനെ അതിന്റെ അവകാശികൾ മറക്കുകയാണ് എന്ന ഒരു തോന്നലിൽ നിന്ന് അപ്പോൾ തന്നെ രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള വികാരം മറുവശത്ത് കത്തിജ്വലിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ കോടതികൾക്ക് മനസ്സിലായി ഇവിടെ ഒരു വികാരം നഷ്ടപ്പെടുകയാണ്, ശമിച്ചിരിക്കുകയാണ്, ഇനിയിപ്പോൾ അത് വേണ്ട. അപ്പുറത്ത് വികാരം ശക്തവുമാണ്. അതുകൊണ്ട് രാജ്യത്ത് അപകടമുണ്ടാകാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് സത്യത്തിൽ ഒരു മാധ്യസ്ഥം പോലെ കോടതി വിധി പറയുകയാ. എന്താ പറഞ്ഞേ? ബാബരി മസ്ജിദ് നമ്മുടെ വാദങ്ങളെല്ലാം സമ്മതിച്ചു. പള്ളിയുടെ വക്താക്കളുടെ വാദങ്ങളെല്ലാം കോടതി സമ്മതിച്ചു. ഇന്നലെ അസദുദ്ദീൻ ഉവൈസി രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ രാമക്ഷേത്രം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞപ്പോ രാജ്യസഭയുടെ ചെയർമാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, ഇടപെട്ടുകൊണ്ട് പറയുകയാണ്, ഇല്ല, നിയമപരമായി കോടതിയുടെ അംഗീകാരത്തോടു കൂടിയാണ് രാമക്ഷേത്രം വന്നത്, ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്ന്. അപ്പോൾ തന്നെ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇല്ല, താങ്കളുടെ തെറ്റ് ഞാൻ ഇവിടെ തിരുത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ട് രേഖകൾ മുഴുവൻ മേശപ്പുറത്ത് വെക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അവിടുത്തെ പള്ളി, അവിടെ ഒരു ക്ഷേത്രം ഇല്ലായിരുന്നു എന്ന് കോടതി വിധിയിൽ പറഞ്ഞു. ക്ഷേത്രം പൊളിച്ചിട്ടില്ല. അക്കാര്യത്തിനെങ്കിലും ഒരു പ്രചാരണം കൊടുക്കാൻ അവിടെ ക്ഷേത്രം പൊളിച്ചു എന്ന് ഇവിടെ ഈ ഹൈന്ദവ വർഗീയവാദികൾ വീണ്ടും ആവർത്തിക്കുമ്പോൾ സുപ്രീം കോടതി പറയുന്നു ക്ഷേത്രം പൊളിച്ചിട്ടില്ല എന്ന്. അതുപോലെ ആവർത്തിച്ച് പറയപ്പെടാതിരിക്കുമ്പോൾ ഇവിടുത്തെ നിരപരാധികളും നിഷ്പക്ഷമതികളായ ആളുകൾ ഇപ്പോഴും വിചാരിക്കുന്ന അവിടെ പൊളിച്ചെന്നാ. പൊളി നടന്നിട്ടില്ല. ക്ഷേത്രം പൊളിച്ചിട്ടില്ലെന്ന് കോടതി വിധിയുടെ പ്രസ്താവമുണ്ട്. അതിവിടെ അമ്പലപ്പുഴയിലെ ഈ തെരുവിൽ നമ്മൾ കുറച്ചാളുകൾ പോരാ,
കേരളത്തിന്റെ തെരുവാകെ നിറഞ്ഞു നിന്നുകൊണ്ട് ഒരിക്കലും ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് ക്ഷേത്രം പൊളിച്ചിട്ടില്ലെന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പ്രചാരണം കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ പ്രചാരണം കുറഞ്ഞു പോയിടത്താണ് ഈ പ്രശ്നം വന്നത്. മാത്രമല്ല, അവിടെ പൊളിച്ചത് പള്ളിയാണ്, പള്ളി പൊളിച്ചത് തെറ്റാണ്, വിഗ്രഹം വെച്ചത് തെറ്റാണ്. ഇത് ആര് പറഞ്ഞതാ? ഇത് ബാബരി മസ്ജിദിന്റെ വക്താക്കൾ പറഞ്ഞതാണ്, മുസ്ലിം ന്യൂനപക്ഷം പറഞ്ഞതാണ്, മതേതരന്മാർ പറഞ്ഞതാണ്, ഫാസിസ്റ്റുകൾ മാത്രം പറയാത്തതാണ്, നരേന്ദ്രമോദി പറയാത്തതാണ്, അമിത്ഷാ പറയാത്തതാണ്, RSSകാർ പറയാത്തതാണ്, സുപ്രീം കോടതി പറഞ്ഞത് അല്ലേ? അവര് മാത്രം പറയാത്ത നമ്മളൊക്കെ പറഞ്ഞ സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷെ ഇപ്പോ പ്രചാരണം, നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഇടപെടലുകൾ സമൂഹത്തിൽ ശരിയായ പ്രൊപ്പഗേഷൻ നടക്കാതെ വരുമ്പോൾ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പൊളിച്ചിട്ടല്ലേ ഇവിടെ പൊളിക്കൽ ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല. ബാബരി മസ്ജിദ് പൊളിച്ചിട്ടില്ലെന്ന് നമ്മളല്ല പറയുന്നത്, പക്ഷേ സുപ്രീം കോടതി തന്നെയാ പറഞ്ഞേ. എന്നിട്ട് പറഞ്ഞു, പക്ഷെ ഇവർക്കും കൊടുത്തേരെ ഈ ബലാഗ് എന്നാ പറഞ്ഞേ. ഇതുകൊണ്ടെങ്കിൽ ഈ ശല്യം അവസാനിക്കുമെങ്കിൽ, ഈ സ്വല്ല തീരുമെങ്കിൽ തീരട്ടെ എന്നാ അന്ന് പറഞ്ഞേ. ഇത്രയും നാശം പിടിച്ച ഒരു വർഗത്തിന്, രാജ്യം കുട്ടിച്ചോറാക്കുന്നവർക്ക് പള്ളി നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളൊരു ക്ഷേത്രവും പൊളിച്ചിട്ടില്ല, വിഗ്രഹം വെച്ചത് തെറ്റാണ്, പക്ഷേ അവർക്ക് പള്ളിയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ സ്വല്ല ഒന്ന് ഒഴിയട്ടെ എന്നാണ്. അത്രയും കെട്ട വർഗമാണ് ഇവർ. രാജ്യത്തിന് അപകടകാരികളാണ്. അവകാശികൾക്ക് ഇത് കൊടുത്താൽ ഇവർ സമ്മതിക്കില്ല എന്നൊക്കെയാണ് സുപ്രീം കോടതി പറയാതെ പറയുന്നത്. ഈ യാഥാർത്ഥ്യത്തെ രാജ്യവ്യാപകമായി പ്രചാരണം നൽകിക്കൊണ്ട് നമ്മൾ ഇരുന്നില്ലെങ്കിൽ മൗനത്തെ ഒരായുധമാക്കി എടുത്തുകൂടിയാണ് സുപ്രീം കോടതി. കാരണം എന്താ, അവസാനവും അങ്ങനെ ഒരു വിധി പറയാമോ കോടതിക്ക്? കോടതിയുടെ എത്തിക്സിനെ അത് ചോദ്യം ചെയ്യുകയല്ലേ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം എഴുതി വെക്കേണ്ടി വരുമ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രം പൊളിച്ചിട്ടില്ല, പള്ളിയാണ് അവിടെ ഉണ്ടായിരുന്നത്, വിഗ്രഹം വെച്ചത് തെറ്റെന്ന് എഴുതിയിട്ട് എങ്ങനെ അവർക്ക് അമ്പലം കൊടുക്കണം, പള്ളിയുടെ സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കണമെന്ന് വിധി പറയും. അതുകൊണ്ട് നിങ്ങളൊരു മാധ്യസ്ഥം നടത്തി പ്രശ്നം തീർക്കാൻ വരെ കോടതി പറഞ്ഞു നോക്കി. ഗതികേടാണത്. ഒരു ഫാസിസ്റ്റ് സമൂഹം രാജ്യം ഭരിക്കുന്നത് നിയമത്തിനും നിയമവാഴ്ചയ്ക്കും ഭരണഘടനയ്ക്കും വില കൽപ്പിക്കാത്ത ഒരു ഭരണകൂടം കോടതികളുടെ തലയ്ക്ക് മുകളിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിഷ്പക്ഷമായ വിധി പറയാൻ കഴിയില്ല സഹോദരങ്ങളെ എന്ന് മഹത്തായ ഇന്ത്യൻ സുപ്രീം കോടതി നമ്മുടെ രാജ്യത്തിന്റെ മുമ്പ് വെത്ത് നോക്കി കേഴുകയായിരുന്നു സത്യത്തിൽ. അപ്പോ നമ്മളൊക്കെ വിചാരിച്ചു പ്രശ്നം അതോടുകൂടി തീർന്നു, എന്നാ കൊണ്ടുപോയതും കൊണ്ട് പോട്ടെ, ഇനി മിണ്ടണ്ട. ഈ മിണ്ടണ്ടയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ മിണ്ടണ്ട എന്ന് പറയുന്ന ഒരു നയമുണ്ടല്ലോ, ആ നയത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ തുടക്കമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. മിണ്ടാതിരുന്നപ്പോ സുപ്രീം കോടതിയിൽ ബാബരി മസ്ജിദ് അത് അവരുടേതായി. അവിടെ ഞൊടിയിടയ്ക്കുള്ളിൽ വലിയ ക്ഷേത്രം പണിതു, ദേശീയ ആഘോഷമാക്കിക്കൊണ്ട് വമ്പൻ പ്രചാരണങ്ങളോടുകൂടി അവിടെ ക്ഷേത്രോദ്ഘാടനവും കൂടി നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ അതോടുകൂടി പയ്യെ പയ്യെ നമ്മുടെ മനോഭാവത്തിൽ പിന്നെയും മാറ്റമായി. പലരും പറയാൻ തുടങ്ങി രാമക്ഷേത്രം മതേതരത്വത്തിന്റെ പ്രതീകമാണെന്ന് വരെ. നമ്മൾ മാറുകയാണ്. ഭീകരന്മാർ മാറുന്നില്ല, RSSകാർ മാറുന്നില്ല. നമ്മൾ മനോഭാവങ്ങൾ, നിലപാടുകൾ, തെറ്റായ നിലപാടുകളിലേക്ക് നമ്മൾ തന്നെ വഴിമാറിയാൽ അപകടം സംഭവിക്കുമെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെന്നാണ് ഈ സമ്മേളനത്തിലൂടെ നമ്മളെല്ലാവരും സമൂഹത്തോട് പറയേണ്ടത്. അതുകൊണ്ട് നമ്മളൊരിക്കലും നഷ്ടപ്പെട്ട ബാബരി മസ്ജിദ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു സായുധ വിപ്ലവത്തിനില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു കലാപത്തിനില്ല. ഇന്ത്യയുടെ പരമോന്നത നിയമപീഠം പറഞ്ഞതാണ്. ആ അടിസ്ഥാനത്തിൽ അത് സംഭവിച്ചു. നമുക്ക് പക്ഷേ അതിൽ എതിർപ്പുണ്ട്. അതൊരിക്കലും മതസൗഹാർദ്ദത്തിന് മുതൽക്കൂട്ടല്ല. അത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാപരമായ കീഴ്വഴക്കത്തെ അട്ടിമറിക്കുന്നതാണ്, നിയമവ്യവസ്ഥയെ താളം തെറ്റിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്കതിൽ പ്രതിഷേധമുണ്ട്. പക്ഷെ ഞങ്ങൾ കലാപത്തിനില്ല, ഞങ്ങൾ മാന്യമായി വേദനയോടുകൂടി അനുസരിക്കുന്നു എന്നായിരുന്നു നമ്മളുടെ നിലപാട് എന്നാണ് നമ്മൾ പറയേണ്ടതും. അതല്ലാതെ പറയാൻ തുടങ്ങുമ്പോ അത്തരം ചില പറച്ചിലുകൾ വരികയും അതിന് സഹായകമായ നിലപാടുകൾ വരികയും ചെയ്തപ്പോ അപ്പൊ നേരെ പറഞ്ഞതിലേക്ക് പോയി. ഗ്യാൻവാപ്പിയിലേക്ക് ഞങ്ങൾക്ക് 3 പള്ളി എന്നല്ല 3003 പള്ളികളുടെ അജണ്ടയുമായി അശോക് സിംഗാൾ 1990കളിൽ ഈ രാജ്യവ്യാപകമായി അപകടകരമായി ഊരുചുറ്റിയിരുന്നു. അവരുടെ പദ്ധതിയിലുള്ള 3003 പള്ളികളും അത് പൊളിച്ചു നീക്കിയിട്ടല്ലാതെ ഈ ഭീകരവാദികൾ അടങ്ങുകയില്ല. കാരണം എന്തെന്നറിയോ? അവർക്ക് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല. ജനങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാകുന്നത്, അവരുടെ മനസ്സുകൾക്കിടയിൽ വൈരത്തിന്റെ മതിലുകൾ പണിയപ്പെടുന്നത് അവർക്ക് പ്രശ്നമല്ല. അവരുടെ ചോര ചിന്തുന്നത് അവർക്ക് പ്രശ്നമല്ല. അവരുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നത് അവർക്ക് പ്രശ്നമല്ല.
ഇന്നലെ വരെ അവർ കിടന്നുറങ്ങിയിരുന്ന അവരുടെ ഭവനങ്ങൾ ഇല്ലാത്ത അനധികൃത നിർമ്മാണം എന്ന പേര് പറഞ്ഞുകൊണ്ട് ബുൾഡോസർ കൊണ്ട് 100 കണക്കിന് ഭവനങ്ങൾ ഇടിച്ച് നിരത്തിയിട്ട് പാവപ്പെട്ട ജനങ്ങൾ, കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധന്മാരും രോഗികളും അടക്കമുള്ള ആളുകൾ കയറി കിടക്കാൻ വീടില്ലാതെ വഴിയാധാരമാകുന്നത് ഇവർക്ക് പ്രശ്നമല്ല. കാരണം എന്താ? അവർ സ്വന്തം ജനങ്ങളെ തെരുവിൽ വഴി നടക്കാൻ അനുവദിക്കാതിരുന്നവരാണ്. ഇന്നലെ സ്വന്തം സഹോദരിമാരെ സതിയുടെ അഗ്നികുണ്ഡത്തിലേക്ക് ഇന്നലെ തള്ളിയിട്ടവരാണ്. ഇന്നും അവർക്ക് ഇന്ത്യയുടെ പ്രസിഡന്റായ ദ്രൗപദി മുർമുവിന് ഒരു പവിത്രമായ ആഘോഷപൂർവമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ അനുവാദം കൊടുക്കണമെന്ന് മനസ്സിൽ തോന്നാത്തവരാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ചെയ്യേണ്ടത് എന്തെന്നറിയാമോ? ഈ ഗ്യാൻവാപ്പി മസ്ജിദിന്റെ സംഭവങ്ങളൊന്നും നിങ്ങളോട് ഞാൻ വിശദീകരിക്കുന്നില്ല. കോടതികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ പേരിൽ കോടതികളെ തീർച്ചയായിട്ടും നമുക്ക് കുറ്റപ്പെടുത്താൻ തോന്നും. തീർച്ചയായിട്ടും കോടതികൾ അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല. കോടതികൾ ജാഗ്രതയിലാണെങ്കിൽ തീർച്ചയായും ഈ ഫാസിസ്റ്റുകൾക്ക് ഈ രാജ്യത്തൊന്നും ചെയ്യാൻ കഴിയില്ല. ഭരണകൂടത്തിന്റെ കാവൽക്കാരായിരിക്കേണ്ടുന്ന പരമോന്നത നീതിപീഠം സുപ്രീം കോടതി അതിന്റെ കസ്റ്റോഡിയനാണ്. അങ്ങനെയുള്ള സുപ്രീം കോടതി പ്രിയപ്പെട്ടവരെ ജാഗ്രത കാണിക്കുന്നില്ല എന്ന് നാം കാണുമ്പോൾ അതിന്റെ കാരണം എന്താണെന്നറിയാമോ? സുപ്രീം കോടതി അല്ലെങ്കിൽ കോടതികൾ നിരീക്ഷിക്കുന്നത് ഒന്നും വേണ്ടാത്ത ഒരു ജനത, നിസ്സംഗമായ ഒരു ജനത, എന്ത് നഷ്ടപ്പെട്ടാലും സഹിക്കുന്നു പൊറുക്കുന്ന ഒരു ജനത. ചിലര് എല്ലാം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോ എന്നാ പിന്നെ അവർക്കങ്ങ് കൊടുത്തേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മുടെ കോടതികളെ കൊണ്ടെത്തിച്ചതിൽ നമ്മുടെ മതേതര സമൂഹത്തിന്, നമ്മുടെ പ്രതികരണങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സമീപനമല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മൾ ഒരിക്കലും കലാപത്തിന്റെ പേരിൽ തെരുവിലിറങ്ങില്ല. നമ്മളൊരു ഹിന്ദുവിനെ നമ്മൾ തുറിച്ചു പോലും നോക്കില്ല. ഒരു ഹിന്ദുവിന്റെ നേരെ നമ്മൾ മുഖത്ത് വിരൽ ചൂണ്ടുകയില്ല. ഒരു ഹിന്ദു ക്ഷേത്രവും ഇന്ന് വരെ അതിന്റെ പേരിൽ നാം തകർത്തിട്ടില്ല, ഇനിയൊട്ട് തകർക്കുകയുമില്ല. തകർക്കണമെന്ന് നാം ഒട്ട് പറയുകയുമില്ല. പ്രിയപ്പെട്ടവരെ, അതൊന്നും നമ്മൾ ചെയ്യില്ല. പക്ഷേ ജനാധിപത്യം നമുക്ക് അനുവദിക്കുന്ന അവകാശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനും ശബ്ദിക്കാനുമുള്ള അവകാശത്തെ ഉപയോഗപ്പെടുത്തിയാൽ അതിന് ഗുണമുണ്ട്. NRCയിൽ നാം അത് കണ്ടതാണ്. സിഖുകാരായ നമ്മുടെ കർഷകർ അവരുടെ ജനാധിപത്യ അവകാശത്തിന് വേണ്ടി ജനാധിപത്യപരമായി അക്രമങ്ങളില്ലാതെ പ്രവർത്തിച്ചപ്പോൾ അതിന്റെ ഫലം നമ്മൾ കണ്ടതാണ്. ജനകീയ പ്രക്ഷോഭങ്ങളെ അല്ലാതെ ഇന്ത്യ രാജ്യത്ത് നാം ഇന്ന് അകപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാക്കാൻ നമ്മുടെ മുമ്പിൽ മറ്റൊരു പോംവഴിയുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് ദീർഘിപ്പിക്കാതെ ഞാൻ ഒരൊറ്റ കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊന്നും യഥാർത്ഥത്തിൽ അന്തിമമായി നമ്മുടെ രാജ്യത്ത് വിജയം കാണാൻ പോകുന്നില്ല. കാരണം എന്തെന്നറിയോ? നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക. പരിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാൻ പറയുന്ന ഒരായത്തുണ്ട്. എന്തെന്നറിയുമോ? അള്ളാഹു പറയുന്നു, വലൗലാ ദഫഉല്ലാഹി നാസ ബഅദഹും ബിബഅദ്. ജനങ്ങളിൽ ഒരു ചിലരെ മറ്റു ചിലരെ കൊണ്ട് തടയുന്ന ഒരു ബലതന്ത്രം പടച്ച തമ്പുരാൻ ഈ ഭൂമിയിൽ നിലനിർത്തിയില്ലായിരുന്നുവെങ്കിൽ, നടപ്പിലാക്കിയില്ലായിരുന്നുവെങ്കിൽ ലഹുദ്ദിമതു സവാമിഉ, ക്രൈസ്തവ ദേവാലയങ്ങൾ തകർന്നു പോയേനെ. മുസ്ലിമിന്റെ ഖുർആനിൽ അല്ലാഹു പറയുന്നത് ക്രൈസ്തവ ദേവാലയം തകർന്നു പോയേനെ. ആദ്യം പറയണതാ. ജൂതന്മാരുടെ ദേവാലയങ്ങളും സിനഗോഗുകളും തകർന്നു പോയേനെ. ഹൈന്ദവ ദേവാലയങ്ങളും തകർന്നു പോയേനെ. മസാജിദു, പള്ളി പിന്നെ പറയുന്ന മസാജിദ് പള്ളിയല്ലേ, പള്ളിയും തകർന്നു പോയേനെ. അള്ളാഹുവിന്റെ നാമം ധാരാളമായി കീർത്തനം ചെയ്യപ്പെടുന്ന പള്ളിയും തകർന്നു പോയേനെ. ഇതൊന്നും ഇവിടെ തകരാതെ നിലനിൽക്കണമെങ്കിൽ എല്ലാം കണ്ണും കെട്ടി കയ്യും കെട്ടി കണ്ണടച്ച് ഭരണകൂടത്തിലും കോടതികളിലും മാത്രം അമിത വിശ്വാസം അർപ്പിച്ച് വെറുതെ കാത്തിരുന്നാൽ പോരാ. പിന്നെന്താ വേണ്ടേ? ജനങ്ങളിൽ ചിലർ മറ്റു ചിലരെ തടയണം. ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നതിന് മുമ്പ് ഇവിടത്തെ ജനങ്ങൾ നമ്മളോടൊപ്പം നിന്നതുകൊണ്ടാണ് തകർക്കൽ അത്ര എളുപ്പമാകാതിരുന്നത്. തകർന്നതിന് ശേഷവും ഒരുവിധം പ്രക്ഷോഭങ്ങളൊക്കെ നിലനിന്നതുകൊണ്ട്, അതുകൊണ്ടാണ് രണ്ടാമത്തെ ഗ്യാൻവാപ്പിയുടെ നേരെ കൈവയ്ക്കാൻ അവർക്ക് ധൈര്യം വരാതിരുന്നത്. അപ്പൊ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുചേർന്ന് കൊണ്ട് പരസ്പരം ഈ അക്രമകാരികളെ കൈപിടിക്കുന്ന ഒരു പ്രവണത സമൂഹത്തിൽ നിലനിന്നില്ലെങ്കിൽ, നോക്കൂ, ഇവിടെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ വീട് അതിക്രമിച്ച് കയറാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സംഘം കയറി വന്നാൽ നമ്മളെന്താ ചെയ്യാ? ഉടനെ പോലീസിൽ പോകല്ലോ. നമ്മൾ നേരെ അങ്ങോട്ട് ചെന്നിട്ട് നീ എന്താണ് ആ വീട്ടിൽ അതിക്രമിക്കാൻ ചോദിക്കൂലേ? അങ്ങനെയല്ല, വീട്ടിൽ നിന്ന് നമ്മൾ കാവൽ നിൽക്കുക. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു സ്ഥാപനം ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ പോലീസിനെ വിളിക്കാൻ മാത്രമല്ലല്ലോ, നമ്മൾ ആദ്യം അവിടെ വളഞ്ഞു നിൽക്കും.
അങ്ങനെ ഒരു പ്രതിരോധം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇവിടെ തകർക്കപ്പെടുന്നത് എല്ലാ ദേവാലയങ്ങളുമാണെന്ന് പറഞ്ഞാൽ ഖുർആൻ ആഗ്രഹിക്കുന്നത്, അള്ളാഹു ആഗ്രഹിക്കുന്നത് ഒരാളുടെയും ആരാധനാലയങ്ങൾ തകർക്കപ്പെടരുതെന്നാണെന്ന്. എത്ര വലിയൊരു അധ്യാപനമാണ് ഖുർആൻ നമുക്ക് തരുന്നത്. അതുകൊണ്ടല്ലേ ഇതിന്റെ പേരിലും ഒരു അമ്പലം പോലും തകരാതിരുന്നത്. അതുകൊണ്ടല്ലേ ബാബരി മസ്ജിദ് പോലും ബാബർ പൊളിക്കാതിരുന്നത്. സുപ്രീം കോടതി ശരിവെച്ചില്ലേ? നമ്മൾ പൊളിക്കൂല. എല്ലാ ആരാധനാലയങ്ങളും എല്ലാ മതവിശ്വാസികളുടെയും വിശ്വാസ സ്വാതന്ത്ര്യത്തോടുകൂടി ഇഷ്ടമുള്ളവർ അള്ളാഹുവിൽ വിശ്വസിക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ വിശ്വസിക്കാതിരിക്കട്ടെ. എല്ലാ ആഴ്ചയും നിരന്തരമായി നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹഫിലൂടെ അള്ളാഹു പറയുകയാണ്, ഇഷ്ടമുള്ളവർ വിശ്വസിച്ചാൽ മതി. വിശ്വാസത്തിന്റെ ശരി തെറ്റുകൾ അള്ളാഹുവാണ് വിലയിരുത്തേണ്ടത്. നീ ശരിയിലല്ല, നീ തെറ്റിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ മുസ്ലിം സമുദായത്തിന് അവകാശമില്ല എന്ന് നമ്മെ പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ജനങ്ങൾ പരസ്പരം അക്രമകാരികളുടെ കൈപിടിച്ച് തടഞ്ഞില്ലെങ്കിൽ ഇവിടെയെല്ലാം തകർന്നു പോകും. അതുകൊണ്ട് ഗ്യാൻ വാപ്പിക്ക് നേരെ വാളുകൾ നീളുമ്പോൾ കോടതികൾ അതിനനുസരിച്ച് വിധി പറയാൻ ഭരണകൂടത്തിന്റെ സമ്മർദ്ദത്തിന്റെ പേരിൽ നിർബന്ധിതമാകുമ്പോൾ കോടതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അമിത്ഷായ്ക്കെതിരിൽ വിധി പറയുമെന്ന് വന്നപ്പോൾ ജസ്റ്റിസ് ലോയ എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജിക്ക് സംഭവിച്ചത് എന്തായിരുന്നു എന്ന് നമുക്കറിയാം. ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹം മരണപ്പെട്ട് കിടന്ന കഥയറിയാം. ഇന്ത്യ രാജ്യത്തിന്റെ സുപ്രീം കോടതി, നമ്മളിതൊക്കെ പറയുമ്പോൾ കോടതി അലക്ഷ്യമാണെന്നൊന്നും ആരും കരുതണ്ട. സുപ്രീം കോടതിയിൽ നടക്കുന്നത് അനധികൃതമായ കാര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയുടെ മുറ്റത്ത് പത്രസമ്മേളനം നടത്തിയത് സുപ്രീം കോടതിയിലെ മലയാളിയായ ജസ്റ്റിസ് ജോസഫ് അടക്കമുള്ള 4 സുപ്രീം കോടതി ജഡ്ജിമാരാണ്. അനധികൃതമായ കാര്യങ്ങൾ, ദുസ്വാധീനങ്ങൾ കോടതിയിൽ നടക്കുന്നുവെന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ സിറ്റിംഗ് ജഡ്ജിമാർ 4 പേര് കോടതി മുറ്റത്തിറങ്ങിയിരുന്ന് പത്രസമ്മേളനം നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഫാസിസ്റ്റ് ഭരണത്തിൽ നമ്മുടെ കോടതികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ പ്രതിരോധിക്കേണ്ടത് ജനകീയ പ്രതിരോധം കൊണ്ട് തന്നെയാണ് അല്ലാഹു പറയുന്നത്. എന്നിട്ടല്ല പറയുന്നെന്താ, നിങ്ങളത് ചെയ്തില്ലെങ്കിൽ, ജനകീയ പ്രതിരോധം ഉയർന്നില്ലെങ്കിൽ, അത് നിങ്ങൾ വാളെടുത്തല്ല, വടിയെടുത്തല്ല, തോക്കെടുത്തല്ല, ബോംബെടുത്തല്ല, ജനകീയ പ്രതിരോധം ഈ കാണുന്നതൊക്കെ തന്നെയാണ്. NRCയിൽ നമ്മൾ കണ്ടതുപോലെ, അതുപോലെ തന്നെ കർഷക പ്രക്ഷോഭത്തിൽ കണ്ടതുപോലെ, ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൽ നമുക്ക് മാതൃക കാട്ടിത്തന്നതുപോലുള്ള സമാധാനപൂർണമായ ജനകീയ പ്രക്ഷോഭങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ ഒരിക്കലും ഒരു ഫാസിസ്റ്റിനും ഒരു ഭരണാധികാരിക്കും കഴിയില്ല. അള്ളാഹു എന്നിട്ട് പറയാ, വലയൻസുറന്നല്ലാഹു മൻ യൻസുറു. ഇതിന്റെ ബാക്കിയാണ്, ഞാൻ പറഞ്ഞതിന്റെ ബാക്കിയാ. വലയൻസുറന്നല്ലാഹു മൻ യൻസുറു. അള്ളാഹുവിനെ സഹായിക്കുന്നവരെ അള്ളാഹുവും സഹായിക്കും. എന്താ ഈ സഹായം? ക്രൈസ്തവ ദേവാലയങ്ങളും ജൂത ദേവാലയങ്ങളും ഹിന്ദു ക്ഷേത്രങ്ങളും മുസ്ലിം ദേവാലയങ്ങളും പള്ളികളും തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൈകോർക്കുന്ന ജനകീയമായ ഇടപെടലുകൾ അള്ളാഹുവിനെ സഹായിക്കലാണെന്ന് ആലോചിക്കേ. ആ സഹായം അത് നമ്മൾ ഈ രാജ്യനിവാസികൾക്ക് നൽകണം. മുസ്ലിം പള്ളിയുടെ നേരെ കയ്യോങ്ങിയാലല്ല. ഏതെങ്കിലും ഒരു മുസൽമാൻ ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ മുറ്റത്ത് നിന്ന് ഒരു പൂഴി മണ്ണ് വാരിയാൽ നമ്മളടങ്ങോ? ഒരു മുസ്ലിം ഒരു ഹിന്ദു ക്ഷേത്രത്തെ ആക്രമിച്ചാൽ നമ്മളടങ്ങൂല. അക്കാര്യം ഖണ്ഡിതമാ. അത് ഇതുവരെ അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ നമ്മൾ തീർക്കും. കാരണം നമ്മോട് അള്ളാഹുവിന്റെ ഗ്രന്ഥം പറയുന്ന അതാ. അതുകൊണ്ട് അള്ളാഹുവിനെ ആര് സഹായിക്കുന്നുവോ അവരെ അള്ളാഹ് സഹായിക്കും എന്ന് പറഞ്ഞാൽ ഈ ആരാധനാലയങ്ങളുടെ സുരക്ഷിതത്വത്തിനും നിലനിൽപ്പിനും വേണ്ടി നമ്മളാൽ കഴിയുന്ന വിധത്തിലുള്ള ജനകീയ പ്രതിരോധങ്ങളും പ്രക്ഷോഭങ്ങളും നമ്മൾ നടത്തിയാൽ അത് അള്ളാഹുവിനെ സഹായിക്കല. അള്ളാഹെ സഹായിച്ചാൽ എന്താണ് അള്ളാഹ് ചെയ്യുക? ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അള്ളാഹു അതിശക്തനാണ്, അള്ളാഹു അപ്രതിരോധ്യനാണ്, ആർക്കും ചെറുക്കാൻ കഴിയാത്തവനാ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്തെങ്കിലല്ലാതെ അള്ളാഹു ഇടപെടില്ലെന്നാണ് അള്ളാഹു നമ്മോട് പറയുന്നത്. അതുകൊണ്ട് മോഡിയെ ഒന്ന് നമ്മുടെ ആരാധനാലയങ്ങളെല്ലാം അങ്ങോട്ട് തീർത്തുള്ളൂ. ഇപ്പൊ കേരളത്തിൽ രാജ്യത്തിന്റെ ഒരു മുഖ്യമന്ത്രിയെ യോഗി ആദിത്യനാഥ് എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ അപ്പുറത്ത്, പറയാ ഞങ്ങൾക്ക് 3 ക്ഷേത്രമാണ് ഞങ്ങൾ ഇപ്പൊ ചോദിക്കണേന്ന്. നാളെ എത്ര ചോദിക്കാമെന്ന് അറിയില്ല. ഇപ്പൊ 3 ക്ഷേത്രം. ആരാണ്? നിയമസഭയിൽ ജനാധിപത്യമായി തെരഞ്ഞെടുത്ത് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ഒരു മുഖ്യമന്ത്രി കയറി എന്നിട്ട് പറയാ, മുസ്ലിമീങ്ങളുടെ ഇതര മതവിഭാഗങ്ങളുടെ കൈകളിലിരിക്കുന്ന 3 ക്ഷേത്രങ്ങൾ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് വിട്ടു തന്നേരെന്ന്. ഇവനൊക്കെ അറസ്റ്റ് ചെയ്ത് അപ്പോഴേ ജയിലിലടയ്ക്കണ്ടേ? അല്ലേ? ഒരു ഭരണഘടനയുള്ള രാജ്യത്ത് അപ്പോഴേ ജയിലിലടയ്ക്കണ്ടേ?
നമ്മളിവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ അപ്പുറത്തെ ചർച്ച് ഞങ്ങൾ ചോദിക്കുന്നത് ഈ ചർച്ച് വിട്ടു തരാനാണെന്ന് ഞാനിവിടെ ഒന്ന് പ്രസംഗിച്ച എന്താ സ്ഥിതി? അതിനെ അറസ്റ്റ് ചെയ്യില്ലേ? അറസ്റ്റ് ചെയ്യണ്ടേ? ഇതല്ലേ സത്യത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു മുഖ്യമന്ത്രി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞത്, ബാക്കി ഒന്ന് പോരാഞ്ഞിട്ട് ബാക്കി രണ്ടും കൂടെ ഇങ്ങ് വിട്ടു തന്നേരെന്ന്. അറസ്റ്റ് ചെയ്യാൻ നിയമവ്യവസ്ഥയുടെ കൈയറയ്ക്കുന്നിടത്ത് ജനകീയമായ ന്യായമായ സമാധാനപൂർണമായ പ്രക്ഷോഭങ്ങൾ തന്നെയാണ് അതിൻ്റെ മരുന്നെന്ന് എൻ്റെ അഭിപ്രായമല്ല, രാജ്യത്തിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളോടത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങളുണ്ടല്ലോ, ഇതത്ര ചെറുതൊന്നുമല്ല. രാജ്യവ്യാപകമായി തെരുവോരങ്ങളിൽ ഭരണഘടനയ്ക്ക് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി, ഇവിടത്തെ ഭരണഘടന 1947 സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന് ഇന്ത്യയുടെ പാർലമെന്റ് 1997 പാസാക്കിയ ആരാധനാലയ സംരക്ഷണ നിയമം ഇവിടെ പാലിക്കപ്പെടണമെന്ന് കോടതി പറയാൻ കോടതിക്ക് കഴിയുന്നില്ലെങ്കിൽ ഓരോന്നിലേക്ക് നീളുകയല്ലേ ഇപ്പോ? അങ്ങോട്ട് ചെന്നാ മതി, ഉടനെ ASIയോട് പറയാ ഒന്ന് പൊളിച്ചു നോക്കിയാരെന്ന്. ഒരുത്തന്റെ വീടിന് മറ്റൊരുത്തൻ അവകാശവാദവുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ആ വീടൊന്ന് ഇളക്കി നോക്കിയാരെന്ന്. എന്ത് ന്യായമാണ്, എന്ത് ലോജിക്കാണ്? നമ്മുടെ കോടതി അങ്ങനെ പറയുന്നു. പ്രിയപ്പെട്ടവരെ, കോടതിയെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അവരും മനുഷ്യരാണ്, അവർക്ക് ജീവിക്കണം. അവർ ജസ്റ്റിസ് ലോയെ പോലെ മരിക്കാൻ അവർക്ക് ആഗ്രഹമില്ല. നമ്മുടെ രാജ്യത്ത് ഈ സ്ഥിതിവിശേഷത്തിന് മാറ്റമുണ്ടാകണമെങ്കിൽ നമ്മുടെ ജനങ്ങൾ അതിനെ സംബന്ധിച്ച് ബോധവാന്മാരാകണം. ഈ രാജ്യത്തെ ദളിത് വിഭാഗങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്തണം. ഒരിക്കലും മോഡി നിങ്ങളെ രക്ഷിക്കാനല്ല. ദ്രൗപദി മുർമു അതിന്റെ പ്രതീകമാണ്, അപമാനിക്കപ്പെടുകയാണ് ആ പദവിയിലിരുന്നു കൊണ്ട്. അതുപോലെ തന്നെ ഈ രാജ്യത്ത് ദളിതന്മാരുടെ നേരെ ക്രൂരമായ ഭേദ്യങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. സവർണ മേധാവിത്വത്തിന് വേണ്ടി തന്നെ പച്ചയായി വർത്തമാനം പറയുന്ന വിധത്തിലേക്ക് ഈ ഫാസിസ്റ്റുകൾ പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഒന്ന് ദുർബലപ്പെടുത്തിയാൽ പിന്നെ ഞങ്ങളുടെ ഇന്നലത്തെ അടിമകളെ തിരിച്ചു കിട്ടുമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് കൃത്യമായി നമ്മൾ ജനത്തെ ബോധ്യപ്പെടുത്തണം ഒരു വശത്ത്. രണ്ടാമതായി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ ഏത് ആരാധനാലയങ്ങളുടെ നേരെ ആര് കൈവച്ചാലും അതിന് നേരെ ജനകീയ പ്രതിരോധത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കണം. അത്തരത്തിലാണ് ഇതിന്. ഇനി ആരെങ്കിലും അത് ചെയ്യാൻ കഴിയാതെ നമ്മൾ സഹായതയിൽ പോയാലോ അതൊന്നും ചെയ്യണ്ട, അപ്പൊ ചെയ്യണ്ടോ ചെയ്തോളും. അത് അല്ലാഹ് പറയുന്നുണ്ട്, ഒമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു വസഅ ഫീ ഖറാബിഹാ ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ ലഹും ഫിദ് ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അളീം. അല്ലാഹു ഇവർക്കൊക്കെ വരാൻ പോകുന്ന പരിണിതിയെക്കുറിച്ച് പച്ചയായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഒമൻ അദ്ലമു, ആരാണ് ഏറ്റവും കൊടിയ അക്രമിയായിട്ടുള്ളത്? മിമ്മൻ മനഅ മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളിയെ തടഞ്ഞവനേക്കാൾ, അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു, അല്ലാഹുവിന്റെ നാമം അവിടെ കീർത്തിക്കുന്നതിന് തടഞ്ഞവനേക്കാൾ കൊടിയ അക്രമി ആരാ? ഏറ്റവും വലിയ അക്രമി അള്ളാഹുവിന്റെ ഭവനത്തിൽ അള്ളാഹുവിന്റെ ആരാധന നടത്തുന്നതിന് തടഞ്ഞവനാ. വസആ ഫീ ഖറാബിഹാ, അത് പൊളിക്കാൻ കൂട്ടുനിന്നവനുമാണ്. അതിനുവേണ്ടി പണിയെടുത്ത അധ്വാനിച്ചവരും പൊളിക്കാൻ അധ്വാനിച്ചവരുമാണ്. അവരാണ് ഏറ്റവും വലിയ അക്രമി. അവർക്ക് എന്താ ഞാൻ കൊടുക്കാൻ പോണേ? ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ, ഭയന്നുകൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ ആ ഭവനത്തിലേക്ക് അവർ കാലെടുത്ത് വെക്കാൻ പാടില്ലായിരുന്നു. ഭയക്കേണ്ട ഇതായിരുന്നു. അള്ളാഹുവിന്റെ ഒരു ഭവനമാണ്, ആരാധനാലയമാണെന്നുള്ള പേടി അവർക്ക് വേണമായിരുന്നു. അതവർക്കത് ഉണ്ടാകാതെ അത് തടഞ്ഞവർ, അവിടെ ആരാധന തടഞ്ഞവർ, അത് പൊളിക്കാൻ നേതൃത്വം നൽകിയവർ, അവർക്ക് എന്താ കൊടുക്കണേ? ലഹും ഫിദ് ദുനിയാ ഖിസ്യുൻ, അവർക്ക് ഭൂമിയിൽ അപമാനമാണ് ഞാൻ ആദ്യം കൊടുക്കുക. അവർക്ക് ഭൂമിയിൽ അപമാനമാണ് ആദ്യം കൊടുക്കുക. പള്ളി പൊളിക്കാൻ കൂട്ടുനിന്ന കല്യാൺ സിംഗിന്റെ ഗവൺമെന്റിനെ അന്ന് പിരിച്ചുവിട്ടു. രാഷ്ട്രപതി പിരിച്ചുവിട്ടു, നിർദ്ദേശിച്ചിട്ട് പിരിച്ചുവിട്ടു കേന്ദ്ര ഗവൺമെന്റ്. പ്രിയപ്പെട്ടവരെ, കല്യാൺ സിംഗ് പാർട്ടിയിൽ എത്ര അപമാനിതനായി. സാത്വീർ താംബരയും ഉമാഭാരതിയും അടക്കമുള്ള സന്യാസിനികളാണെന്ന് പറഞ്ഞ സന്യാസ സമൂഹത്തെ അപമാനിച്ചവർ ആ പാർട്ടിയിൽ ഇന്ന് എവിടെയെങ്കിലും ഉണ്ടോ? രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മരിച്ചുപോയിട്ടൊന്നുമില്ല. അവരുടെ ആരെങ്കിലും മുഖം കണ്ടോ? ഏറ്റവും കൂടുതൽ സ്വന്തം പാർട്ടിയിൽ അപമാനിതരും പീഡിതരുമാണ്. ഇതിനു വേണ്ടി രഥമുരുട്ടിക്കൊണ്ട് രക്തപ്പുഴ ഒഴുക്കിയ, അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ച മനുഷ്യൻ, അതിൽ പേരുണ്ട്. അയാൾ വാസ്തവത്തിൽ അവിടെ പങ്കെടുക്കുകയില്ല, പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞ അയാൾക്ക് നോട്ടീസ് കൊടുത്ത ആദ്യം. അവസാനം ക്ഷണം കിട്ടിപ്പോൽ ഏതായാലും പങ്കെടുക്കാൻ പറ്റിയില്ലെന്നുള്ളതൊക്കെ പോകട്ടെ,
കൊല്ലം 10-15 സ്വന്തം പാർട്ടിയിൽ ഇത്രമേൽ അപമാനിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ ഇന്ത്യ രാജ്യത്ത് വേറെയില്ല. അത്രയും ഈ രാജ്യത്തെ ഇന്നത്തെ ഫാസിസ്റ്റ് ഭരണത്തിന് മുഴുവൻ അസ്ഥിവാരമിട്ട ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ വാ തുറക്കാൻ പോലും അനുവാദമില്ലാതെ സ്വന്തം പാർട്ടിയിൽ അപമാനിക്കപ്പെട്ടതിനെ കുറിച്ച് രാമക്ഷേത്രോദ്ഘാടനത്തോടനുബന്ധിച്ച് ശക്തമായ ചർച്ചകൾ ഉയർന്നു വന്നപ്പോൾ നാണം മറയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് ഭാരത രക്തം. എന്താ, ഒരുപാട് രക്തം ഒഴിപ്പിക്കുക ആളല്ലേ, അതുകൊണ്ടിരിക്കട്ടെ ഭാരത രക്തം. അതിനെ രത്നം എന്നല്ല പറയേണ്ടത്. അത് കൊടുത്തെന്തിനെന്നറിയാവോ? ഇയാൾ ഇതാ അപമാനിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ലോകം മുഴുവൻ പറഞ്ഞു തുടങ്ങിയപ്പോ ഇല്ല ഞങ്ങൾ ബഹുമാനിച്ചിരിക്കുന്നു എന്ന്. ആർക്കാണ് ഇത് കൊടുത്തത്? 2 പേർക്ക് ഒന്നിച്ചാ കൊടുത്തത്. എന്താണ്? ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും മതേതര സംവിധാനങ്ങളും പള്ളി സംരക്ഷിക്കുമെന്ന് ഉറപ്പുവാങ്ങി അവർക്കെല്ലാം ഉറപ്പ് കൊടുത്ത ഒരു പ്രധാനമന്ത്രി അന്ന് പള്ളി പൊളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ പള്ളി പൊളിയുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പൂജാമുറിയിലാണ്, ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറഞ്ഞ് പൂജാമുറിയിൽ തന്റെ ദൗത്യം മറന്നൊളിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രിക്കും രക്തപ്പുഴയൊഴുക്കി ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സുകളെ വലിയ വൻമതിൽ പോലെ ചേരിതിരിച്ച വ്യക്തിക്കും 2 പേർക്കും ഒരുമിച്ച് കൊടുത്ത സാധനത്തിന്റെ പേര് ഭാരതരത്നം എന്നേതായാലുമല്ല, രക്തമെന്നായാൽ നന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് അപമാനം. ആ പ്രധാനമന്ത്രിക്ക് സ്വന്തം പാർട്ടി പിന്നെ ഒരു പാർലമെന്റ് സീറ്റ് പോലും കൊടുത്തില്ല. അള്ള പറയാ അങ്ങനെയുള്ളവർക്ക് ലഹും ഫിദ്ദുനിയാ ഖിസ്യ, ഭൂമിയിൽ ആദ്യമായി ഞാൻ കൊടുക്കുന്നത് അങ്ങേയറ്റത്തെ നിന്ദ്യതയാ, വലഹും ഫിൽ ആഖിറതി അദാബുൻ അളീം, അവർക്ക് പരലോകത്ത് വേദനിക്കുന്ന ശിക്ഷയുമുണ്ട്. അത് നമ്മളിപ്പോൾ കാണുന്നല്ല, അത് വരാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് അപകടം ക്ഷണിച്ചു വരുത്തണ്ട എന്ന് ഈ അപകടകാരികളോടുകൂടി പറയുക, മനുഷ്യത്വപരമായ സ്നേഹം കൊണ്ട് പറയുക. നിങ്ങൾ തന്നെ ഈ ലോകത്ത് അഭിമാനിതരായി ഒരു മനുഷ്യൻ ഐസൊലേഷൻ, ഒറ്റപ്പെടലിന്റെ വേദന, പ്രധാനമന്ത്രിയാകേണ്ടവൻ അല്ലെങ്കിൽ ഏറ്റവും ഉന്നത സ്ഥാനീയനായി വാഴ്ത്തപ്പെടേണ്ട ഒരു വ്യക്തി എല്ലാവരാലും തിരസ്കരിക്കപ്പെടുന്നതിന്റെ വേദന ഏറ്റുവാങ്ങി ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാൾ വലിയ ഒരു ശിക്ഷയുണ്ടോ? അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ പേരെണ്ണി പറയുന്നില്ല, പറഞ്ഞാൽ ഒരു ചാർട്ട് നിങ്ങളുടെ മുമ്പിൽ വായിക്കേണ്ടി വരും. ഒരുപാട് പേരുണ്ടായിരുന്നു, മഹാജനങ്ങളുണ്ടായിരുന്നു, മുണ്ടമാരുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് പേര്. അവരൊക്കെ എവിടെ? ഈ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അധികാര കസേര ഉറപ്പിച്ചിട്ട് അടുത്ത കുറെ കാലത്തേക്ക് അധികാരം വാഴാമെന്ന് വിചാരിച്ചവർക്ക് ഈ രാജ്യത്ത് നോട്ട് നിരോധനം നടത്തിയ മന്ത്രി എവിടെ? വിദേശ രാജ്യങ്ങളിൽ കയറി ചെന്നുകൊണ്ട് ഈ ഫാസിസ്റ്റ് ആശയങ്ങൾക്ക് അടിത്തറയൊരുക്കിയ വിദേശകാര്യ അന്നത്തെ ഗ്ലാമറുള്ള മന്ത്രി എവിടെ? ഇല്ലല്ലോ. ഈ ഭൂമിയിലൊന്ന് ജീവിച്ച് ക്ഷേത്രോദ്ഘാടനത്തിന്റെ സന്തോഷം കാണാൻ പോലും ഭാഗ്യം കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് ഭൂമിയിൽ നിന്ദ്യത, പരലോകത്ത് കടുത്ത ശിക്ഷ വരുത്തി വെക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരോടും ഇസ്ലാമിക സമൂഹത്തിന് സ്നേഹം മാത്രമേ ഉള്ളൂ. ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമ, മുഹമ്മദ് മുസ്തഫ പറയുകയുണ്ടായി, നീ നിന്റെ അക്രമിയെയും അക്രമിക്കപ്പെടുന്ന മർദ്ദകനും മർദ്ദിതനുമായ നിന്റെ സഹോദരനെ സഹായിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, നബിയെ, മർദ്ദിതനെ സഹായിക്കുക ഞങ്ങൾക്ക് മനസ്സിലായി, മർദ്ദകനെ എങ്ങനെയാണ് സഹായിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ മുഹമ്മദ് മുസ്തഫ പറയുകയുണ്ടായി, അവനെ അക്രമത്തിൽ നിന്ന് തടയുക, അത് മർദ്ദകന് ചെയ്യുന്ന സഹായമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഈ അക്രമികളോട് സ്നേഹത്തോടെ ഞങ്ങൾ പറയുന്നു, നാളത്തെ ഭാവി നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ദാരുണമായ ദുരന്തങ്ങൾ നിങ്ങൾ അനുഭവിക്കാതിരിക്കാനും ഞങ്ങൾ കാണാതിരിക്കാനും അക്രമം അവസാനിപ്പിക്കുക. നിങ്ങൾ അക്രമികളാണെന്ന ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് പേടിയില്ല. കാരണം അക്രമികളെല്ലാം ലോകത്ത് തകർന്നിട്ടേ ഉള്ളൂ. ഹിറ്റ്ലർ തകർന്നിട്ടേ ഉള്ളൂ, മുസോളിനി തകർന്നിട്ടേ ഉള്ളൂ. നാസിയിൽ അവിടുത്തെ 60 ലക്ഷം ജൂതന്മാരെ ചാമ്പലാക്കിയപ്പോ ഒരു പുരുഷായുസെങ്കിലും ഒരു തലമുറയെങ്കിലും തന്റെ നാസി സാമ്രാജ്യം നീണ്ടു നിൽക്കുമെന്ന് ഹിറ്റ്ലർ വിചാരിച്ചില്ലേ? നീണ്ടു നിന്നോ? മുസോളിനി തെരുവിൽ പട്ടിയെ പോലെ തല്ലിക്കൊല്ലപ്പെട്ടില്ലേ? ഹിറ്റ്ലർ തിരുനെറ്റിയിൽ നിറയൊഴിച്ച് കൊല്ലപ്പെട്ടില്ലേ? നിങ്ങൾ അക്രമികളാണെന്ന ഒറ്റ കാരണം മതി, നിങ്ങൾ നശിക്കുമെന്ന് ഞങ്ങൾക്കുറപ്പാ. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയില്ല. ഈ രാജ്യത്തെ നല്ലവരായ ഹിന്ദുക്കൾക്ക് പേടിയില്ല. ഞങ്ങൾക്ക് ഹിന്ദുക്കളിൽ നല്ല വിശ്വാസമാണ്. കാരണം ബഹുമാന്യ സുധാകരൻ സാർ പറഞ്ഞ പോലെ ഈ രാജ്യത്തെ ഹിന്ദുക്കളാണ് വാസ്തവത്തിൽ ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശത്രു. ഈ രാമക്ഷേത്രവും 3000 കോടിയുടെ പട്ടേൽ പ്രതിമയൊക്കെ ഉണ്ടാക്കി ഹിന്ദു വികാരം ഉദ്ദീപിപ്പിക്കാൻ ആവോളം ശ്രമിച്ചിട്ടും 2 തെരഞ്ഞെടുപ്പിലും കാടളക്കി പ്രചരണം നടത്തിയിട്ടും ആസേതു ഹിമാചലം ഇളക്കി മറിച്ചിട്ടും അവർക്ക് ഇന്ത്യയിലെ ഹിന്ദുക്കൾ 80% വരുന്ന ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള രാജ്യത്ത് അവർക്ക് കിട്ടിയ വോട്ട് ചെയ്തവരിൽ 37, 63 അപ്പുറത്താ. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ വോട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഭരിക്കരുന്ന ആ ഹിന്ദുവിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇന്ത്യയിലെ മതേതര ജനതയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. വേദന തിന്നുന്നത് RB ശ്രീകുമാറാണ്, ഗുജറാത്തിന്റെ DGP ആയിരുന്ന. ടീസ്റ്റ സെറ്റിൽവാദാണ്.
അതുപോലെ തന്നെ സഞ്ജീവ് ഭട്ട് എന്ന് പറയുന്ന ഉന്നത കുല ജാതിക്കാരനാണ് ശ്വേതാ ഭട്ടിന്റെ ഭർത്താവ്. അങ്ങനെ പൻസാരമാർ, ഗൗരി ലങ്കേഷുമാർ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളെ ഇന്നും ഭൂരിപക്ഷം തന്നവർ വിജയിച്ചിട്ടില്ല. നിങ്ങളുടെ ഈ കിരാതത്വം അറുതി വന്ന് കാണാൻ അവർ ആഗ്രഹിക്കുകയാ. ഒരു തലമുറ പോലും നീളില്ല നിങ്ങളുടെ ഈ അക്രമ പ്രവർത്തനങ്ങൾ. ഹിറ്റ്ലർ അതിന് മാതൃകയാ, മുസോളിനി മാതൃകയാണ്. നിങ്ങൾ അക്രമികളാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ നശിക്കും, ചാതുർവർണ്ണക്കാർ നശിച്ചതുപോലെ അല്ലേ? അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ പേടിക്കില്ല, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ പേടിക്കുന്ന പ്രശ്നമില്ല. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, കുല്ലില്ലദീന ആമനു, ഏ നബിയെ വിശ്വാസികളോട് പറയുക, യഗ്ഫിറൂ ലില്ലദീന ലാ യർജൂന അയ്യാമല്ലാഹ്, യഗ്ഫിറൂ പുറത്തു കൊടുക്കാൻ പറ. ആർക്ക്? ലില്ലദീന ലാ യർജൂന അയ്യാമല്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷയുടെ നാളുകൾ വരുന്നതിനെ പേടിയില്ലാത്തവർക്ക് മാപ്പ് ചെയ്തേക്കാൻ പറ. എന്തിനാ? ലിയജ്സിയ ഖൗമും ബിമാ കാനൂ യഅമലൂൻ, അവന്മാർ ചെയ്തു കൂട്ടിയ കൊള്ളരുതായികൾക്ക് ശിക്ഷ കൊടുക്കാൻ അല്ലാഹയെ അനുവദിക്കുകയെന്ന് ഖുർആന്റെ ആയത്താ. പടച്ചവന് വിട്ടുകൊടുക്കുന്നു, ഒന്ന് കാത്തിരുന്നാ മതി. അതുകൊണ്ട് ഇത്തരം പേടിപ്പിക്കലുകളൊന്നും വേണ്ട എന്ന് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ പേടിക്കുന്നവരുമല്ല. ഇതിനേക്കാളെല്ലാം വലിയ ദുരിത പർവ്വങ്ങളെ താണ്ടിയാണ് ഞങ്ങളുടെ പ്രവാചകൻ, നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷക്കാലം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, തന്നെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലമീൻ എന്ന് മുഖത്ത് നോക്കി വിളിച്ച നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ട് 10 കൊല്ലത്തിനിപ്പുറം മദീനയിൽ പോയി. അവിടെ നിന്ന് 10 കൊല്ലത്തിനിപ്പുറം 1.25 ലക്ഷം അനുയായികളെ മുമ്പിൽ വെച്ചുകൊണ്ട് മക്ക തിരിച്ചു പിടിച്ചത് രക്തരഹിതമായ വിപ്ലവത്തിലൂടെ. മഹാനായ പ്രവാചകനാണെങ്കിൽ മർദ്ദകൻ തകരാനുള്ളതാണെന്നുള്ള ഏറ്റവും വലിയ മാതൃക മുഹമ്മദ് മുസ്തഫയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫറോവയിൽ നിന്ന് കിട്ടുന്നുണ്ട്, മൂസാ പ്രവാചകനിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഇബ്രാഹിം പ്രവാചകനിൽ നിന്ന് കിട്ടുന്നുണ്ട്. എല്ലാ പാഠങ്ങളും, ചരിത്ര പാഠങ്ങളും അതിനനുകൂലമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക. അതുകൊണ്ട് നിരാശയൊന്നും വേണ്ട. ഇത് തൊലയാനുള്ള ഒരു കറഞ്ഞ കാലത്തിൻ്റെ പ്രതിഭാസമാണ്. ഏകദിൻക സുൽത്താൻമാരാണ് ഇവരൊക്കെ. അതുകൊണ്ട് അവരും നന്നാകട്ടെ. നമ്മുടെ രാജ്യത്തിൻ്റെ നല്ല യശസ്സിന് വേണ്ടി ഈ അർത്ഥവത്തായ സന്ദേശങ്ങൾ ജനകീയമായ പ്രക്ഷോഭങ്ങളിലൂടെ രാജ്യവ്യാപകമായി ഉയർത്താൻ സന്നദ്ധരായി മുന്നോട്ട് വന്ന ഇവിടുത്തെ ജമാഅത്തിന്റെ ഭാരവാഹികൾക്ക്, ഈ സംഘത്തിന് സർവശക്തനായ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അവ്വലൻ വ ആഖിറ വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.